എന്തിനാണെന്നറിയോ? ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കാണിക്കുമ്പോ രാജ്യസ്നേഹത്തിന്റെ വൈരം പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ ഏറ്റവും വലിയ ടാറ്റ മുകളിൽ കയറി ക്രിക്കറ്റ് മത്സരം കാണുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിനത്തിന് വേണ്ടി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് പോയി ഏറ്റവും മുകളിൽ സ്ഥാനം പിടിച്ച ലോകത്തിന്റെ കാൽപന്ത് കളി നടക്കുമ്പോ മലബാറിന്റെ ഏറ്റവും വലിയ ദൗർലഭ്യമായ കാൽപന്ത് കളിയുടെ കാൽപ്പനികത കാണാൻ കുറുക്കന്റെ കൗശലത്തോടെ പിന്നി പാടവത്തോടെ കടന്നു പോകുന്ന വിംബാക്ക് മുന്നേറ്റക്കാരനെ കാണാൻ ഗ്യാലറിയുടെ ഏറ്റവും മുകളിൽ കയറി നിന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, മദീനത്തെ ചെറുപ്പക്കാരില്ലേ, അൻസാറുകളായ ചെറുപ്പക്കാർ ഈത്തപ്പന മരത്തിന്റെ മുകളിൽ കയറി നിന്നു. എന്തിനാണെന്നറിയോ? അങ്ങകലെ നിന്ന് അല്ലാഹുവിന്റെ റസൂല് വന്ന ആദ്യം ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങളായിരിക്കണം കാണേണ്ടത്. സഹോദരങ്ങളെ കൃഷിക്കാരായ ആളുകള് കൃഷിയുടെ ആയുധങ്ങൾ ഉപേക്ഷിച്ച് 3 രാവും പകലും കാത്തിരിക്കുകയാണ്. ആരെയാണ്? അവസാന കാത്തിരിപ്പിന്റെ ഒടുവിൽ ഈത്തപ്പന മരത്തിന്റെ മുകളിൽ നിൽക്കുന്ന ചെറുപ്പക്കാര് വിളിച്ചു പറയുകയാ, അങ്ങകലെ നിന്ന് മണലാരുണ്യത്തിന്റെ അപ്പുറത്തു നിന്ന് അങ്ങകലെ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകത്തിന്റെ നിലാവ് കണ്ടപ്പോ ഈത്തപ്പന മരത്തിന്റെ മുകളിലിരുന്നവരാ ആദ്യം വിളിച്ചു പറഞ്ഞത്, താലേ ബദറു അലൈനാ മിൻ സനിയാത് വദരി വജബ ശുക്രു അലൈനാ മർഹബൻ യാ ഖൈറ ദായി യാ നബി. അനുരാഗം മനസ്സിലാവണം. തക്ബീർ വിളിക്കേണ്ടത് എവിടെയാ? മുദ്രാവാക്യം വിളിക്കേണ്ടത് എവിടെയാ? നേരം പുലക്കുന്നതിന് മുമ്പേ ആണ്ടിപ്പെട്ടിക്കാരൻ അണ്ണാച്ചിയുടെ സിനിമ കാണാൻ കോഴിക്കോടും മലപ്പുറത്തുമുള്ള തിയേറ്ററിൽ പോയി കാത്തു നിൽക്കുന്ന ആ തിയേറ്ററിന്റെ മുകളിൽ കിടന്ന് പിച്ചാത്തിപ്പിടി കുത്തിക്കയറ്റി രക്തസാക്ഷിയാവുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ശപിക്കപ്പെട്ട റിയാലിറ്റി ഷോയിൽ കിട്ടിയ പട്ടവും മേടിച്ചിട്ട് ഭാര്യയെ തോളിലേറ്റി ആഭാസത്തിന്റെ നൃത്തം ചവിട്ടുന്ന ഈ ദുനിയാവിന്റെ ലാഭമാണ് വലുതെന്ന് കരുതാക്കി പോയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുള്ളിച്ചാടിയത് എവിടെയാ? മദീനത്തെ ഈത്തപ്പന മരത്തിന്റെ മുകളിൽ കയറിയിരുന്നിട്ട് ആ ചെറുപ്പക്കാര് തുള്ളിക്കളിച്ചിട്ട് പറഞ്ഞു, അതാ തലയിൽ ബദറു അലൈന, അതാ 14 രാവിലെ ചന്ദ്രത്തിങ്കൽ കഥ പോലെ തനിയാ പർവ്വതത്തിന്റെ മറുഭാഗത്ത് നിന്ന് കടന്നു വരികയാണ്. ആരാണ് വരുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് കടന്നു വന്നു. മദീനക്കാര് പാട്ടുപാടി, അൻസാറുകൾ പാട്ടുപാടി, എല്ലാവരും ഓടിച്ചെന്ന് തറങ്ങാൻ തുടങ്ങി. എവിടെ? ഹൗലനാക്കത്തിൽ മുസ്തഫ. കൽബ് തുറക്ക് സഹോദരങ്ങളെ, ഉപ്പ് തുറക്ക് സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂലിനെ ചുമന്ന ഒട്ടകത്തിന്റെ ചുറ്റും ആളുകളെല്ലാവരും വട്ടം കൂടാൻ തുടങ്ങി. അൻസാറുകൾ, എന്റെ വീട്ടിലേക്ക് നബിയെ, എന്റെ വീട്ടിലേക്ക് നബിയെ, എന്റെ വീട്ടിലേക്ക് നബിയെ, എന്റെ വീട്ടിലേക്ക് നബിയെ, അങ്ങേക്ക് വേണ്ടി ഞാൻ കിടപ്പറ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാനും ഭാര്യയും കൂടി സ്വന്തം വീട്ടിൽ നിന്ന് കിടപ്പറ മാറ്റിയിട്ടുണ്ട് നബിയെ, എന്റെ വീട്ടിലേക്ക്. എല്ലാവരും അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു എന്റെ വീട്ടിലേക്ക്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് ഒട്ടകത്തിന്റെ കടിഞ്ഞാണെടുത്തതിന്റെ പുറത്തേക്ക് ഇട്ടിട്ട് ആ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച് അൻസാറുകളോട് പറഞ്ഞു, വിട്, എന്റെ ഒട്ടകത്തെ പിടിച്ചു വലിക്കണ്ട, നിങ്ങളുടെ വീട്ടിലേക്ക് പിടിച്ചു വലിക്കണ്ട. ഫൈന്നഹാ മഅമൂറാ, ഫൈന്നഹാ മഅമൂറാ. ആ ഒട്ടകത്തിന് കൽപ്പന കിട്ടിയിട്ടുണ്ട് ആരുടെ വീടിന് മുമ്പിലാണ് മുട്ടുകുത്തേണ്ടതെന്ന്. സഹോദരങ്ങളെ, ഒട്ടകം മുമ്പോട്ട് നടന്നു. വീട്ടിലിരിക്കുമ്പോ അബൂ അയ്യൂബിന്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്, ഞാൻ ഹബീബായ റസൂലുള്ളാഹിയുടെ മുമ്പിൽ ചെന്നിട്ടില്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകം എന്റെ വീടിന്റെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്നെങ്കിൽ. സഹോദരങ്ങളെ, ഒട്ടകം നടന്നു. കൽബിൽ ആഗ്രഹം വെച്ചിരുന്ന അബൂ അയ്യൂബിന്റെ വീടിന്റെ മുമ്പിൽ ഒട്ടകം മുട്ടുകുത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനായി ബഹുമാനപ്പെട്ട അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, ഈ ഒട്ടകം നാളെ സ്വർഗത്തിലാണ്. കാരണം ഒട്ടകത്തിന്റെ മുകളിൽ കയറിയടാരാ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിനെ സഹായിക്കണം. എങ്ങനെ സഹായിക്കണം? നബിമാരെ സഹായിച്ചു. ഈസാ നബി, മൂസാ നബി എല്ലാവരും സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അൻസാറുകൾ സഹായിച്ചു. അവരാരായി?
അവർ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യരായി. ഇനി എന്റെ സഹോദരങ്ങളെ, അനുരാഗത്തിന്റെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എല്ലാവരോടും ഞാൻ പറയുകയാ, ഇങ്ങോട്ട് നോക്കി, അനുരാഗത്തിന്റെ സ്നേഹത്തിന്റെ അടയാളം എന്താ? അള്ളാന്റെ റസൂലിനെ സഹായിക്കുക. എങ്ങനെയാ സഹായിക്കുക? അള്ളാന്റെ റസൂലിന്റെ ദീനിനെ സഹായിക്കേണ്ടത് എങ്ങനെയാ? അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ ലോകത്ത് വ്യാപകമാക്കുക. ഏത് സുന്നത്താ നമ്മുടെ ജീവിതത്തിലുള്ളത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, കടൽ കടന്നു വന്ന വിദേശക്കാരത്തെ കെട്ടിപ്പിടിച്ചും വാരിപ്പിടുന്ന പോലെ എല്ലാ തനതായ ശൈലികളും വാരി വലിച്ചു കളഞ്ഞിട്ട് ലോകത്തിന്റെ ബീഭത്സതയുടെ പൈശാചികതയുടെ ഭാവങ്ങൾ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാൻ എന്റെ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടൊരു അൻസാറായി മാറാൻ, അല്ലാഹുവിന്റെ റസൂലിനെ സഹായിക്കാനുള്ള ഏറ്റവും വലിയ ബോധമേടാ അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ലോക സാമ്രാജ്യത്തിന്റെ തീന്മേശയിലോട്ട് ക്ഷണിക്കപ്പെട്ടപ്പോ അവരുടെ മുമ്പിലോട് കടന്നു പോവുകയാണ് റബീഅ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു. ആ സമയത്താണ് കിസ്റ സാമ്രാജ്യത്തിന്റെ സർവാധിപന്മാർ ഇവിടെ വരെ സർവാഡംബര വിഭൂഷിതരായി ഡൈനിങ് ടേബിളിന് മുമ്പിൽ കാത്തു നിൽക്കുമ്പോ ആ സമയത്ത് ഈത്തപ്പന നാര് കൊണ്ടുണ്ടാക്കിയ ഒരു ഉറയിൽ തന്റെ വാളുമിട്ട് 60 പ്രാവശ്യം തുന്നിച്ചേർത്ത വസ്ത്രം ധരിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ദൂതനായി കടന്നു വരുന്ന റബീഅ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു വളരെ ആഗ്രഹത്തോടെ ലോകത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയെ കാത്തു നിൽക്കുന്ന സാമ്രാജ്യത്തിന്റെ അധിപന്മാരുടെ മുമ്പിലേക്ക് ലാളിത്യ ജീവിതത്തിന്റെ പ്രതീകമായി കടന്നു ചെന്ന, തോരാത്ത ഒരിക്കലും ചോർന്നു പോകാത്ത ഉശിരുമായി കടന്നുപോയ റബീഅ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പ് വിശാലമായ ഭക്ഷണത്തളിക വിരിക്കപ്പെടുമ്പോ, കറങ്ങുന്ന ഡൈനിങ് ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സമയത്തൊരൽപ്പം ഭക്ഷണം തന്റെ തൈയിൽ നിന്ന് താഴേക്ക് വീണ്, ആ സമയത്ത് താഴെ വീണ ഭക്ഷണം കുനിഞ്ഞെടുത്ത് ഇടത്തെ കൈകൾ കൊണ്ടെടുത്ത് വലത്തെ കൈ കൊണ്ട് ശുദ്ധിയാക്കി കടിക്കുമ്പോ സാമ്രാജ്യത്തിന്റെ അധിപന്മാര് ചോദിച്ചടാ പട്ടിണി പാവമേ, എടാ മുഹമ്മദിന്റെ നാട്ടിൽ പട്ടിണി കിടന്നിട്ട് വന്നതാണോ? ഞങ്ങളുടെ തീന്മേശയിലിരിക്കുന്നത് മുഴുവനും നിനക്കുള്ളടാ, എന്തിനാ താഴെ വീണ ഭക്ഷണമെടുത്ത് കടിച്ചിട്ട് പട്ടിണി കോലം കാണിക്കുന്നതെന്ന് മക്കാ ഖുറൈശുകളുടെ പ്രബലജപനം കേട്ട് സാമ്രാജ്യത്തിന്റെ അധിപന്മാര് തന്നെ പരിഹസിക്കുമ്പോ ആ സമയത്ത് പരിഹാസത്തിന്റെ കൂരമ്പുകളേറ്റ റബീഅ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു മലബാറിലെ ചെറുപ്പക്കാരാ ചാടി എഴുന്നേറ്റ് സാമ്രാജ്യത്തിന്റെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടിയിട്ട് അനതുറുക്കു സുന്നത്ത് നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹൗലായിൽ ഹംഗാ. സാമ്രാജ്യത്തിന്റെ ഇന്ന് നാം ആരുടെ പരിഷ്കാരമാണോ വാരിപ്പിടിച്ചത്, ആ പരിഷ്കാരത്തിന്റെ നേതാക്കളുടെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടിയിട്ട് അനതുറുക്കു സുന്നത്ത് നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹൗലായിൽ ഹംഗാ. ഈ പമ്പര വിട്ടികൾക്ക് വേണ്ടി എന്റെ ഹബീബായ റസൂലുള്ളാഹിയുടെ ഒരു സുന്നത്തിനെ ഞാൻ ഉപേക്ഷിക്കാനോ? ഈ പമ്പര വിട്ടികൾക്ക് വേണ്ടി എന്റെ ഹബീബായ റസൂലുള്ളാഹിയുടെ ഒരു സുന്നത്തിനെ ഞാൻ ഉപേക്ഷിക്കാനോ? ഇല്ല. താഴെ വീണ ഭക്ഷണം ഇടത്തെ കൈ കൊണ്ടെടുത്തിട്ട് ശുദ്ധിയാക്കി വലത്തെ കൈ കൊണ്ട് കഴിക്കലെന്റെ സുന്നത്താ. ആ സുന്നത്തിനെ എന്റെ ഹബീബിന്റെ സുന്നത്തിനാ. ഏത് പരിഷ്കാരത്തിന്റെ ലോകത്ത് വന്നാലും ആ സുന്നത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൈവിടില്ലടാ എന്ന് പറഞ്ഞ റബീഅ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ പോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുന്നത്തുകളുടെ പ്രചാരകനായി ഏത് കാൽപ്പനികതയുടെ നടുവിലും ഏത് ആർഭാടത്തിന്റെ നടുവിലും എന്റെ നെഞ്ചിലുണ്ട്, എന്റെ ജീവിതത്തിലുണ്ട്, എന്റെ ചിന്തയിലുണ്ട് സുന്നത്ത് റസൂലില്ലാഹ്. ഉപ്പ് വേണ്ടേ ചെറുപ്പക്കാരാ? അങ്ങകലെ വന്ന കാഫില കൂട്ടമാണ് വന്ന് പറഞ്ഞത്, ഉഹദിന്റെ രണാങ്കണത്തിൽ അള്ളാന്റെ റസൂലിന്റെ പല്ല് കൊടിഞ്ഞു പോയി. അള്ളാന്റെ റസൂലിനെ ഇതേവരെ നേരിൽ കണ്ടിട്ടില്ല. അന്യനാട്ടുകാരനായ ഉവൈസ് ബിൻ ആമിറിനോടാണ്, ഇതേവരെ അള്ളാന്റെ റസൂലിനെ നേരിൽ കണ്ടിട്ടില്ല. അന്യനാട്ടിൽ നിന്ന് വന്ന, മക്കയിൽ നിന്ന് വന്ന കാഫിലക്കാരാണ്. ഇതേവരെ അള്ളാന്റെ റസൂലിനെ കാണാതെ സ്നേഹിച്ച ഉവൈസ് ബിൻ ആമിറിനോട് പറഞ്ഞത്, ഉഹദിന്റെ യുദ്ധം നടന്നു, അള്ളാന്റെ റസൂലിന്റെ പല്ല് കൊടിഞ്ഞു പോയി. കാഫിലക്കൂട്ടം പറഞ്ഞിട്ട് പോയി. ഉവൈസ് ബിൻ ആമിർ ഇന്നേവരെ അള്ളാന്റെ റസൂലിനെ കണ്ടിട്ടില്ല. കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ ഹബീബിന്റെ പല്ല് പോയോ? എന്നാൽ എന്റെ പല്ലും വേണ്ട. ഏത് പല്ലാണ് പോയതെന്നവര് പറഞ്ഞില്ലല്ലോ. യാത്രക്കാര് പോയല്ലോ. സഹോദരങ്ങളെ, ഫാഖദൽ ഹദറ, ഉവൈസ് ബിൻ ആമിർ കല്ലെടുത്തു. ആ കല്ലുകൊണ്ട് ഫളറബ ബിസിന്നിഹി,
സ്വന്തം പല്ലിലാഞ്ഞിടിച്ചു. എന്റെ ഹബീബിനില്ലാത്ത പല്ല് വേണ്ടെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. നിങ്ങളെപ്പോലൊരു ചെറുപ്പക്കാരനല്ലേ ഹുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹു. ആ ഹുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹുവിനെ തൂക്കുമരത്തിന്റെ മുകളിലോട്ട് കൊണ്ടുപോകുമ്പോ മക്കാ ഖുറൈശികൾ പറഞ്ഞതെന്താ? ഓ ഹുബൈബേ, നിന്നെ കൊല്ലണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. നീ ഞങ്ങളെ കച്ചവടം പഠിപ്പിച്ചവനല്ലേ, നീ ഞങ്ങളെ ഉപജീവനം പഠിപ്പിച്ചവനല്ലേ, ഇന്നലെ വരെ നീ ഞങ്ങളുടെ തോളിട്ട് കൈയിട്ട് നടന്നവനല്ലേ, നീ ഞങ്ങളുടെ കൂട്ടുകാരനല്ലേ ഹുബൈബേ, നീ ഞങ്ങളുടെ കൂട്ടുകാരനല്ലേ ഹുബൈബേ. മുസ്ലിം ആയതുകൊണ്ടല്ലേ നിന്നെ ഇന്ന് തൂക്കിലേറ്റി വരുന്നത്. അതുകൊണ്ട് മോയെ ഹുബൈബേ, നിന്നെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നീ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാ, നീ ഞങ്ങളുടെ കൂട്ടുകാരനാ. ഓ ചെറുപ്പക്കാരാ, കൂട്ടുകാരാണ് തൂക്കിലേറ്റാൻ പോവുക. നീ ഞങ്ങൾക്ക് ഉപജീവനം പഠിപ്പിച്ചവനല്ലേ ഹുബൈബേ. അതുകൊണ്ട് ഹുബൈബേ, നിന്നെ ഈ തൂക്കുകയിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കി തരാം. ഒരൊറ്റ കാര്യം ചെയ്താ മതി. സബ്ബ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സബ്ബ മുഹമ്മദ്, അല്ലാഹുവിന്റെ റസൂലിനെ ഒന്ന് ചീത്ത പറയേ. ഒന്ന് ചീത്ത പറഞ്ഞാ മതി, 2 പ്രാവശ്യം വേണ്ട. ചരിത്രം ഇങ്ങനെയാണ്. നിന്നെ ഞങ്ങൾ കൊലക്കറിന്ന് ഒഴിവാക്കി തരാം. അത് പറഞ്ഞിട്ടെങ്കിലും 1 പ്രാവശ്യം മുഹമ്മദിനെ ചീത്ത പറയുമോ? അങ്ങനെയെങ്കിലും നിന്നെ ഞങ്ങൾ ഒഴിവാക്കി തരാം. ആ സമയത്തല്ലേ നബി ബഹുമാനപ്പെട്ട ഹുബൈബ് പറഞ്ഞത്, ഏതുവരെ അത്ത ശൗഖതു യസൂഖുഹാ തഹത ഖദമി റസൂലില്ലാഹ്. എന്റെ റസൂലുള്ളാഹിനെ ചീത്ത പറയാനോ? നിങ്ങൾ എന്റെ കയ്യിലൊരു മുള്ളു തന്നിട്ട് ആ മുള്ളുകൊണ്ട് എന്റെ ഹബീബിന്റെ പാദത്തിലൊന്ന് തൊടാൻ പറഞ്ഞ ആ മുള്ളന്റെ റസൂലുള്ളാഹിയുടെ കാൽപാദത്തിൽ തൊടുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. പിന്നെയല്ലേ എന്റെ ഹബീബിനെ ഞാൻ ചീത്ത പറഞ്ഞതെന്ന് പറഞ്ഞ് ആ തൂക്കുമരത്തിന്റെ കയറെടുത്തിട്ട് കഴുത്തിലേക്കിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. ബഹുമാനപ്പെട്ട ഹുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, അവ്വലു മൻ സന്ന സുന്നത്ത ശഹീദി ഹുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹു. ഒരാൾ മരിക്കുമെന്നുറപ്പായി. ഇവിടെ നോക്ക്, ഒരാൾ കൊല്ലപ്പെടുമെന്നുറപ്പായ ഒരു മനുഷ്യന് അവൻ കൊല്ലപ്പെടുന്നതിന് മുമ്പ് അവസാനം ചെയ്യേണ്ടതെന്താ? അത് ലോകത്തിന് ചര്യയായി വന്നത് ഈ ഹുബൈബിന്റെ കാരണത്താലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഹുബൈബ് പറഞ്ഞ് എനിക്ക് നിസ്കരിക്കണം 2 റക്അത്ത്. തൂക്കിലേറ്റപ്പെടുന്നവന്റെ അവസാനത്തെ ആഗ്രഹം 2 റക്അത്ത് നിസ്കരിച്ചു സലാം വീട്ടി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനോട് മക്കത്തിന്റെ അതിർത്തിയിലിരുന്ന് സലാം പറഞ്ഞു. സഹോദരങ്ങളെ, ആ സമയത്ത് മദീനത്തിലിരിക്കുന്ന നബി തങ്ങൾ സഹാബത്തിനോട് വിളിച്ചു പറഞ്ഞു, സഹാബാ ഉസ്തുഷ്ഹിദ ഹുബൈബ് ഷഹീദായി. മർഹബൻ ബിറൂഹി ഹുബൈബിന്റെ റൂഹിനെ മർഹബ പറഞ്ഞിട്ടാണ് അല്ലാഹുവിന്റെ ഖുർആന്റെ ആയത്തിറങ്ങിയതെന്ന് പറഞ്ഞു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. തൂക്കുമരത്തിൽ കിടന്നാടുകയാണ്. ഇതല്ലേ മഹബ്ബത്തുൻ നബി. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഹുബ്ബ് കാരണത്താൽ കൊലമരത്തിലേക്ക് നടന്നു ചെന്ന് മോഹനാംഗിയുടെ കഴുത്തിലെ വരണമാദ്യം പോലെ കൊലക്കയറെടുത്ത് കഴുത്തിലോട്ടിട്ടിട്ട് ആ കഴുത്തിൽ കിടന്ന് കൊലമരത്തിൽ റൂഹ് പിടയുകയാ. റൂഹ് വിട പറയാ പോവുകയാണ്. ആ സമയത്താണ് ജിബ്രീൽ വന്നത്. أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. പൊന്നുമോനെ, പിച്ചാത്തിപ്പിടി വയറ്റി കയറിയിട്ട് നടുറോഡിൽ പൊളർന്നു കിടക്കലല്ല, കടുമരത്തിൽ കിടന്ന് തൂങ്ങിയാടുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ സ്വാഗതം പറഞ്ഞു. അല്ലാഹുവിന്റെ ഖുർആൻ സ്വാഗതം പറഞ്ഞ ഒരേ ഒരു ചെറുപ്പക്കാരനേയുള്ളൂ. കടുമരത്തിൽ കിടന്ന് റൂഹ് പടയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ സ്വാഗതം പറഞ്ഞ് ഹുബൈബ് റളിയല്ലാഹു അൻഹു തൂക്കുമരത്തിൽ പെടയുമ്പോൾ ഇറങ്ങിയ ആയത്തല്ലേ, യാ أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية. സന്തോഷമടഞ്ഞ ആത്മാവേ വരിക. ഈ റൂഹല്ലയോ നബിയെ സ്നേഹിച്ചത്. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി.
സ്വർഗത്തിന്റെ കവാടം തുറന്നു. വരിക ആത്മാവേ എന്ന് പറഞ്ഞ് ഖുർആൻ സ്വാഗതം പറഞ്ഞ്, പൊന്നു ചെറുപ്പക്കാരെ കൽബിലോട്ട് കേട്ടി ഖുർആൻ സ്വാഗതം പറഞ്ഞ് മരിച്ച സഹാബി ഉപ്പ് പറഞ്ഞ സഹാബിയ. മരിക്കണേന് ഹുബൈബേ എന്താ നിന്റെ ആഗ്രഹം? എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. നിസ്കരിച്ചു, സലാം വീട്ടി. എന്നിട്ട് പറഞ്ഞു, ഡാ എനിക്ക് മരണത്തെ പേടിയുണ്ടെന്ന് നിങ്ങൾ പറയില്ലായിരുന്നെങ്കിൽ ഞാൻ 2 റക്അത്തോട് നിസ്കരിച്ചേനെ. മോനെ, ഇതാണ് ആൺകുട്ടി. ലോകകപ്പ് നടക്കുമ്പോ റൊണാൾഡോയുടെ ജേഴ്സി വിട്ടിട്ട് മലപ്പുറത്തിലൂടെ നടന്ന കാറിന് ബ്രസീലിന്റെ ജേഴ്സിയുടെ പതാകയുടെ കളറടിച്ച അത് ആൺകുട്ടിയുടെ ആണത്തത്തിന്റെ അടയാളമല്ല. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1994 ലോകകപ്പിന്റെ ഫൈനൽ നടക്കുമ്പോ ഫ്രാൻസ് എന്ന് പറയുന്ന ലോകത്തിന്റെ ടീമിന്റെ വലത്തെ വിങ്ങിൽ ഒരു കുറുക്കന്റെ ചാട്ടുളിയെ പോലെ പാടി നടന്ന മലബാറിലെ ചെറുപ്പക്കാരാ, കാൽപന്ത് കളിയാണ് നിന്റെ ജീവിതത്തിന്റെ അഭിലാഷമെങ്കിൽ, കാൽപന്ത് കളിക്ക് സാക്ഷ്യം വഹിച്ചൊരു സ്റ്റേഡിയത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഫ്രാൻസിന്റെ വലതുഭാഗത്ത് വിങ്ങറായി പോയി അവസാനം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹുബ്ബിലായ മൊട്ടത്തലയൻ ഫ്രാങ്കോ റിബറിയെ എന്തുകൊണ്ട് നിങ്ങൾക്കറിയില്ല? മുസ്ലിമായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റയൽ മാഡ്രിഡടക്കമുള്ള വൻകിട ക്ലബ്ബുകൾ മുഴുവന് കാലിന് വിലയിടുമ്പോ, കോടിക്കണക്കിന് മില്യന്റെ വിലയിടുമ്പോ ആ സമയത്ത് വേണ്ടെന്ന് പറഞ്ഞ് കടന്നു വന്നു ഇലാ ഖൗലി റസൂലില്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തേ ആവാൻ കഴിയുന്നില്ല? എന്തേ ആവാൻ കഴിയുന്നില്ല? സച്ചിൻ ഞങ്ങളുടെ ദൈവമാണെങ്കിൽ ക്രിക്കറ്റ് ഞങ്ങളുടെ മതമാണെന്ന് പറഞ്ഞ് ഗ്യാലറിയിൽ പ്ലക്കാർഡ് എടുത്തിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ക്രിക്കറ്റാണ് നിന്റെ അഭിനിവേശമെങ്കിൽ ഏറ്റവും വലിയ ഏകദിന റെക്കോർഡിന്റെ ഉടമസ്ഥനായി, ഏറ്റവും വലിയ ഏകദിന റെക്കോർഡിന്റെ ഉടമസ്ഥനായ സയ്യിദ് അൻവറിന്റെ ഖുർആൻ പാരായണം കേട്ടിട്ടാണ് ക്രിസ്ത്യാനിയായ യൂസുഫ് യോഹന്ന മുഹമ്മദ് യൂസുഫായോട് പാകിസ്ഥാൻ ടീമിന്റെ നെടുന്തീടായ യൂസുഫ് യോഹന്ന സയ്യിദ് അൻവർ ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്നിട്ട് ഖുർആൻ ഓതുന്നത് കേട്ടിട്ടാണ് യൂസുഫ് യോഹന്ന എന്ന ക്രിസ്ത്യാനി പാകിസ്ഥാന്റെ ഓൾറൗണ്ട് ബാറ്റ്സ്മാൻ പിന്നീട് മുഹമ്മദ് യൂസുഫ് എന്ന താടിക്കാരനായത്. ഫ്രാങ്കോ റിബറിക്ക് അല്ലാഹുവിന്റെ റസൂലിനെ വിലയറിയാം. എന്താ വിഷയം എന്നറിയാവോ? നമ്മളൊക്കെ ചാൻസ് മുസ്ലിമീങ്ങളാണ്. അവര് ചോയ്സ് മുസ്ലിമീങ്ങളാ. നമ്മൾ എന്താണെന്നറിയോ? റേഷൻ കാർഡിൽ വാപ്പാടെ പേര് മുഹമ്മദ് എന്നായതുകൊണ്ട് ഗതികേട് കൊണ്ട് നമ്മളിങ്ങനെ ആയി പോയതാ. പറയാതിരിക്കാൻ തരവില്ല. അല്ലെങ്കിൽ പിന്നീട് പ്രസവിച്ചിട്ട് ദീനിനെ അറിഞ്ഞിട്ട് മുസ്ലിം ആവാൻ വേണ്ടിയാണ് നമ്മുടെ കൽപ്പനയെങ്കിൽ എത്ര പേര് മുസ്ലിമാവും? എത്ര പേര് മുസ്ലിമാവും? പാസ്പോർട്ടിലും റേഷൻ കാർഡിലും വാപ്പാന്റെ ഉമ്മാന്റെയും പേര് നമ്മൾ കിടന്നിട്ട് തൊടിച്ച ഗർഭാശയം ഒരു മുസ്ലിമായ ഉമ്മാടെ ആയതുകൊണ്ട് എന്ത് ചെയ്തിട്ടാ? എന്ത് പറ്റിയതാ? നമ്മൾ മുസ്ലിം ആയതാ. പക്ഷെ ഇവരാരാ? ചോയ്സ് മുസ്ലിമാ. ചോയ്സ് മുസ്ലിമിന് വീര്യം കൂടും. ചോയ്സ് മുസ്ലിമിന് നമുക്ക് സുന്നത്തില്ല, പക്ഷെ ചോയ്സ് മുസ്ലിമിന് വീര്യം കൂടും. വീര്യം കൂടെ ചോയ്സിന് പറയണോ? സ്വന്തം ക്ഷേത്രത്തിലെ പൂജാകർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ സമയത്ത് ആരോ കൊടുത്ത ഖുർആന്റെ മലയാള വ്യാഖ്യാനം വായിച്ച് ആ വായനയിലൂടെയാണ് ഇസ്ലാമിനെ പഠിച്ചത്. അവസാനം വിഗ്രഹങ്ങളോട് വിട പറഞ്ഞ് ആ മനുഷ്യൻ ഇസ്ലാമിലോട്ട് കടന്നു വന്നു 36-ാമത്തെ വയസ്സിൽ. സഹോദരങ്ങളെ, 36-ാമത്തെ വയസ്സിൽ കടന്നു വന്നിട്ട് ആ മനുഷ്യൻ ഇസ്ലാമിനെ പഠിച്ചത് മലയാളത്തിന്റെ വ്യാഖ്യാനം പഠിച്ചിട്ടാ. എത്ര മലയാള വ്യാഖ്യാനം നമ്മുടെ കയ്യിലുണ്ട്? 36-ാമത്തെ വയസ്സിൽ മലയാളത്തിന്റെ വ്യാഖ്യാനം പഠിച്ചിട്ട് ക്ഷേത്രത്തിലെ പൂജാരി ജോലി കളഞ്ഞിട്ട് നെറ്റിയിലെ ചന്ദനക്കുറി മായിച്ച് ആ മനുഷ്യൻ ഇസ്ലാമിലോട്ട് കടന്നു വന്നു. പിന്നെ ആ മനുഷ്യന്റെ ജോലി എന്താ? കേരളത്തിലെ എല്ലാ പള്ളികളിലും കയറിയിറങ്ങി. എന്നിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞ് എനിക്കൊന്ന് ബാങ്ക് വിളിക്കണം, എനിക്ക് ബാങ്ക് വിളിക്കണം. മുസ്ലിമായ മനുഷ്യന്റെ ആഗ്രഹം എന്നാ? ബാങ്ക് വിളിക്കണം. സഹോദരങ്ങളെ, പള്ളിയിൽ കയറി ബാങ്ക് വിളിച്ചു. എന്താ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇതേവരെ ഞാൻ പറഞ്ഞതല്ല. അള്ളയാണ് വലുത്, അള്ളയാണ് വലുത്, അള്ളയാണ് വലുത്. എല്ലാവരോടും വിളിച്ചു പറഞ്ഞ് മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട പള്ളിയിൽ അദ്ദേഹം ബാങ്ക് വിളിക്കുമ്പോ, ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് നോക്കുമ്പോ പാരമ്പര്യ മുസ്ലിമീങ്ങൾ നോക്കുമ്പോ കൈത്തണ്ടയിൽ പച്ച കുത്തിയിട്ടുണ്ട്. ആളുകൾ കഴുത്തിന് പിടിച്ചു. നമ്മുടെ വീര്യം അപ്പോഴാണല്ലോ. ഇവൻ വർഗീയവാദികളുടെ ചാരനാണ്. ഇവന്റെ കൈത്തണ്ടയിൽ പച്ച കുത്തി വെച്ചിട്ടുണ്ട്. ആളുകൾ പിടിച്ചു. വന്നവൻ മുഴുവൻ പള്ളയ്ക്ക് കുത്തി. സഹോദരങ്ങളെ, നമ്മളങ്ങനെയാ. ഒരുത്തരെ പിടിച്ചു നിർത്തിയാ പുറകിൽ കൂടെ പോയി പള്ളയ്ക്ക് കുത്തലൊരു വിനോദമാണ്. സഹോദരങ്ങളെ, എല്ലാവരും കൈവച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ചാരനല്ല, അള്ളാന്റെ ഖുർആൻ പഠിച്ചിട്ട് ഇസ്ലാമിലേക്ക് വന്നതാ.
ആരായി മനുഷ്യനെന്നറിയോ? ആ മനുഷ്യനാണ് മലപ്പുറത്തെ തിരൂര് പുതിയങ്ങാടിയിൽ വെട്ടേറ്റ് മരിച്ച ഷഹീദ് യാസർ. മലപ്പുറത്തുകാരൻ ഷഹീദ് യാസർ, മലപ്പുറത്തുകാരൻ ഷഹീദ് യാസർ. സഹോദരങ്ങളെ, പുതിയങ്ങാടിയുടെ തെരുവിൽ കുത്തേറ്റ് മരിച്ച, വെട്ടേറ്റ് മരിച്ച ഷഹീദ് യാസർ. ആ മനുഷ്യന്റെ കൈത്തണ്ടയിൽ പിടിച്ചപ്പോ എന്നെ അടിക്കല്ലേ, ഞാൻ അള്ളാന്റെ ഖുർആൻ പഠിച്ചിട്ട് മുസ്ലിമായടാ. പാരമ്പര്യ മുസ്ലിമീങ്ങൾ നമ്മൾ പറഞ്ഞതെന്താ? ഇവൻ അങ്ങനെ ഖുർആൻ പഠിച്ചിട്ട് മുസ്ലിമായതാണെങ്കിൽ ഇവനെന്ന് മഗ്‌രിബ് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കട്ടെ, അപ്പൊ ഇവന്റെ കല്ല് വെളിച്ചത്താകൂല്ലോ. ഒയിരിൽ മഗ്‌ലൂബി അവൻ എങ്ങനെ പറയും? അൽഹംദു അവൻ എങ്ങനെ പറയും? ഒന്ന് കാണട്ടെ. ടെസ്റ്റ് നിശ്ചയിച്ചു പാരമ്പര്യ മുസ്ലിമീങ്ങൾ. അവൻ മഗ്‌രിബിന് ഇമാമത്ത് നിൽക്കട്ടെ. ചെറുപ്പക്കാരെ, ഷഹീദ് യാസർ മഗ്‌രിബിന് ഇമാമത്ത് നിന്നു. കൈകെട്ടിയിട്ട് സൂറത്തുൽ ബഖറയുടെ 16 ആയത്ത് കാണാതെ ഓതി. സലാം വീട്ടിയിട്ട് തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്നെ ചോദ്യം ചെയ്തവരല്ലേ? ഈ പുറകിൽ നിൽക്കുന്ന നിങ്ങളിൽ ആരാ? ഞാൻ ഓതി അത്രയും ആയത്തോതാൻ കഴിയുന്ന ഒരാൾ എഴുന്നേറ്റ് നിൽക്കട്ടെ. ആ പള്ളിയിലെ മുക്രിക്ക് പോലും കഴിഞ്ഞില്ല. അറിയോ നിങ്ങൾക്ക്? ആ പള്ളിയിലെ മുക്രിക്ക് കഴിഞ്ഞില്ല. സഹോദരങ്ങളെ, ആ മനുഷ്യനാണ് പാതിരാ സമയത്ത് അല്ലാഹുമ്മ ർസുഖിന ശഹാദാ, പടച്ചവനെ എന്നെ ഷഹീദാക്കണേ എന്ന് ദുആ ചെയ്ത് 6 വർഷം കൊണ്ട് 40 പേരെയല്ല 40 കുടുംബത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു ഷഹീദ് യാസർ. തട്ടാമ്പടിക്കാരനാണ്. കൂടെ ഇരുന്നിട്ട് ജോലി ചെയ്യുന്നവനെ മുസ്ലിമാക്കി അസീസാക്കി. അവസാനം സഹോദരങ്ങളെ, പാതിരാ സമയത്ത് ദുആ ചെയ്തിറങ്ങുമ്പോ ഭാര്യ സുമയ്യ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ നെയ്യറിന്റെ പ്രഭാഷണത്തിന് തിരൂർ ചെയ്തപ്പോൾ ഷഹീദ് യാസറിന്റെ വീട്ടിൽ പോയി. ഒരു ഷഹീദിന്റെ വീട്ടിൽ കയറിയപ്പോ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിന്ന്, പടച്ചവനെ നിന്റെ ദീനിനു വേണ്ടി ഷഹീദായതല്ലേ. ആ മനുഷ്യന്റെ വീട്ടിൽ പോയപ്പോ അവരാണ് പറഞ്ഞത്, രാവിലെ ഇറങ്ങാൻ പോകുമ്പോ ഭാര്യ സുമയ്യ കൈപിടിച്ചിട്ട് പറഞ്ഞു, പോകല്ലേ, കുറെ ദിവസമായി ഞാൻ രാത്രിയിൽ പേക്കിനാവ് കാണുന്നു, ആരൊക്കെയോ നിങ്ങളെ വെട്ടിക്കൊല്ലുന്നതായി ഞാൻ കിനാവ് കാണുകയാണ്, അതുകൊണ്ട് നിങ്ങൾ പോകല്ലേ എന്ന് പറഞ്ഞ് കൈപിടിക്കുമ്പോ ആ തന്റെ ഭാര്യയുടെ കൈതട്ടി മാറ്റിയിട്ട്, പൊന്നുമോളെ സുമയ്യ, അള്ളാന്റെ മാർഗത്തിൽ ഒരാള് ഷഹീദായാൽ അവന് 40 പേര് നാളെ സ്വർഗത്തിലോട്ട് ശുപാർശ ചെയ്യാനുള്ള അനുവാദം കൊടുക്കുമ്പോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഷഹീദായി. അങ്ങനെ ഒരു ഭാഗ്യമെങ്ങാനും എനിക്ക് കിട്ടിയ നാളെ പൊന്നുമോളെ സുമയ്യ, ആദ്യം നിന്റെ കയ്യിലായിരിക്കും ഞാൻ പിടിച്ചു സ്വർഗത്തിൽ കയറ്റുക. അള്ള ഒരു ഭാഗ്യം എനിക്ക് തരുമ്പോ നീ എന്തിനാണ് തടസ്സം നിൽക്കുന്നത്? ഭാര്യയുടെ കൈയണിഞ്ഞു. പുതിയങ്ങാടിയിൽ വെട്ടേറ്റ് മരിച്ചു ഷഹീദ് യാസർ. സഹോദരങ്ങളെ, അള്ളാന്റെ റസൂലിനെ കണ്ടിട്ടല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ ദീൻ വിശ്വസിച്ചൊരു മനുഷ്യൻ ഇതുണ്ടായിരുന്നെങ്കിൽ എന്തേ നമുക്കതില്ല? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അനുരാഗത്തിന്റെ 3ാമത്തെ അടയാളം പെട്ടെന്ന് ഞാൻ പറയുക. അനുരാഗത്തിന്റെ 3ാമത്തെ അടയാളം ചെയ്യൂ. അടയാളം 3 പറയും, ചെയ്യൂ. ഉറക്കെ പറ. واتبعوا النور الذي أنزل معه واتبعوا النور الذي أنزل معه. ആ പ്രവാചകന്റെ കൂടെ ഇറക്കപ്പെട്ട വിശുദ്ധമായ പ്രകാശത്തെ അനുധാവനം ചെയ്യുക. ആദ്യത്തെ സ്നേഹത്തിന്റെ അടയാളം 1ാമത്തേതാ? ബഹുമാനിക്കുക. 2 സഹായിക്കാന്ന് പറഞ്ഞ സുന്നത്ത് ജീവിതത്തിൽ ഉണ്ടാവുക. 3 ഖുർആൻ. വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇറക്കപ്പെട്ട പ്രകാശത്തെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ ഖുർആനിനെ പിന്തുടരുക. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ 3ാമത്തെ അടയാളമേതാ? ഓ വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅ, അള്ളാന്റെ റസൂലിന്റെ കൂടെ ഇറക്കപ്പെട്ട വിശുദ്ധമായ പ്രകാശത്തെ സ്നേഹിക്കുക, ആ പ്രകാശത്തെ പിന്തുടരുക. അള്ളാഹുവിന്റെ ഖുർആനിനെ സ്നേഹിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഖുർആനെ സ്നേഹിക്കുന്നത് എങ്ങനെയാ? ഖുർആൻ പാരായണം ചെയ്യുക. ഇന്ന് ഒരു സൂറത്ത് അല്ലെങ്കിൽ ഒരു 10 ആയത്ത്, ഇന്ന് നിസ്കാരത്തിലല്ല, ഖുർആൻ ഓതുന്ന രീതിയിൽ ഇന്നൊരു 10 ആയത്ത് ഓതിയ ആളുകളൊന്ന് കൈവക്കട്ടെ. ഇന്ന് ഖുർആൻ ഓതി. അള്ളാഹു നല്ല പ്രതിഫലം നൽകട്ടെ. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ സഹോദരിമാര് കേക്ക് ഇങ്ങോട്ട്
സഹോദരിമാരെ, ഇന്നു മുതൽ ഹുബ്ബുർ റസൂൽ പ്രഭാഷണത്തിൽ വഅദ് കുറെ പറയുന്നില്ലാത്ത ഇൻഷാല്ലാഹ് വഫാത്ത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. വഅദ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിലല്ല, ഇന്നു മുതൽ 2013 പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിലുള്ള ഹുബ്ബുർ റസൂൽ പ്രഭാഷണത്തിന്റെ അന്ന് വെച്ച് ഞാൻ നിയ്യത്ത് ചെയ്തതാ, ഇൻഷാല്ലാഹ് ഇനി ദിവസം എല്ലാ ദിവസവും ഖുർആൻ പറഞ്ഞ ആദരവ്, ഖുർആൻ ഒരു ദിവസം ഓതും എന്ന് തീരുമാനമെടുക്കും. എടുത്താ ഉറക്കപ്പറ മനുഷ്യന്മാരെ, ഉറക്കെ. എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്. എല്ലാവർക്കും സുബൈഹി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹൃദയത്തിന് സമാധാനം ഉണ്ടാകുന്ന ഒരു കാര്യം പറഞ്ഞുതരാൻ ചെയ്യൂ. ഹൃദയം സുറൂറാകുന്നതിനെന്താ വഴി? സൂറത്ത് യാസീൻ തന്നെ മതി എന്നാ മൊഴി. ഹൃദയം സുറൂറാകുന്നതിനെന്താ വഴി? സൂറത്ത് യാസീൻ തന്നെ മതി എന്നാ മൊഴി. ഹൃദയത്തിന് സമാധാനം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ സൂറത്ത് യാസീൻ ഓതണം. ഏറ്റവും കുറഞ്ഞ സുബൈക്ക് ശേഷം മഗ്‌രിബിന് ശേഷം 3 യാസീനെങ്കിലും ഓതുന്ന കാര്യം അടുത്ത ദിവസം മുതൽ ഇൻഷാല്ലാഹ് തീരുമാനമെടുക്കും. അതുകൊണ്ടുള്ള പ്രയോജനം എന്താ? ഹൃദയത്തിന് സമാധാനം ഉണ്ടാവും. സുബൈ നിസ്കാരം ഒന്ന് 3 യാസീൻ ഓതിയിട്ട് ഇറങ്ങിത്തിരിക്കും. എന്ത് സമാധാനം ഉണ്ടാവും? വൈകുന്നേരം വീട്ടിൽ തിരിച്ചു വരുമ്പോ മഗ്‌രിബിന് ശേഷം അല്ലെങ്കിൽ ഇശയ്ക്ക് ശേഷം 3 യാസീൻ ഓതിയിട്ട് കിടന്നുറങ്ങി അന്നത്തെ ദിവസത്തിന് നല്ല സന്തോഷം ഉണ്ടാകും. എന്ത് പ്രയാസം ഉണ്ടാവാലും ഇൻഷാല്ലാഹ് ചെയ്യൂലേ? അല്ലാഹുവിന്റെ റസൂലിനോട് ദേഷ്യമുള്ളവർക്കുള്ളത് എന്താ? وَلْيَحْذَرِ الَّذِينَ يُخَالِفُونَ عَنْ أَمْرِهِ أَنْ تُصِيبَهُمْ فِتْنَةٌ أَوْ يُصِيبَهُمْ عَذَابٌ أَلِيمٌ. ആരെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തോട് ആരെങ്കിലും എതിർ പ്രവർത്തിച്ചാൽ വല്ലഹദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, അല്ലാഹുവിന്റെ റസൂലിനോട് എതിർ പ്രവർത്തിച്ചവൻ, ആ എതിർ പ്രവർത്തിച്ചവന് അൻ തുസീബഹും ഫിത്ന, അവൻ ഈ ദുനിയാവിൽ തന്നെ ആർക്കുമില്ലാത്ത പരീക്ഷണം ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. കേട്ടോ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനോട് ആരെങ്കിലും എതിർ പ്രവർത്തിച്ച, റസൂലുള്ളാഹിനോട് ആരെങ്കിലും എതിർ പ്രവർത്തിച്ച അൻ തുസീബഹും ഫിത്ന, അവൻ ഈ ലോകത്തെ ഏറ്റവും വലിയ മുസീബത്ത് ഉണ്ടാകുമെന്ന്. ഏറ്റവും വലിയ മുസീബത്ത് എന്താ? ഒരൊറ്റ മുസീബത്ത് നിങ്ങൾ കേട്ടുകൊള്ളുക. അല്ലാഹുവിന്റെ റസൂലിനോട് തിരസ്കരിച്ചാൽ നന്നായിട്ട് മരിക്കാൻ കഴിയില്ല. നന്നായിട്ട് മനസ്സിലാക്കിക്കോളീ, അല്ലാഹുവിന്റെ റസൂലിനെ വിരോധിച്ചൊരൊറ്റ മനുഷ്യനും ഈ ഭൂമി ലോകത്ത് നന്നായിട്ട് മരിച്ചിട്ടില്ല. അവന്റെ ആക്കിവത്ത് നന്നാവൂല. ആവോ? നന്നായിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് എതിര് പ്രവർത്തിച്ചവൻ അവൻ നന്നായിട്ട് മരിക്കുകയില്ല. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം ഏതാ? നന്നായിട്ട് മരിക്കലല്ലേ, നന്നായിട്ട് മരിക്കലല്ലേ. മക്കളും ഭാര്യയും കെട്ടിപ്പിടിച്ച് കരയുമ്പോ, ഉമ്മയും മറ്റുള്ളവരും നിലവിളിക്കുമ്പോ ആ സമയത്ത് അല്ലാഹുവേ പുഞ്ചിരിച്ചു മരിക്കണമെന്നുള്ളത് ജീവിതത്തിന്റെ ആഗ്രഹമല്ലേ? ഇന്ന് ഇവിടെ കിടന്ന് മരിച്ചാലും അല്ലാഹുവേ അനുഗ്രഹമല്ലേ? ഹുബ്ബിൻ നബിയുടെ സദസ്സല്ലേ? ഉമ്മറെ പടിയിൽ കൊണ്ടുപോയി 3 വെള്ളത്തുണിയിലും മരിച്ചു കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിന്റെ ആഗ്രഹമേടാ? അല്ലാഹുവേ നന്നായിട്ട് മരിക്കണം. ഭാര്യ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്, മക്കള് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് പോകുന്നുണ്ട്. മയ്യത്ത് തോളിലേറ്റിയപ്പോഴാണ് പുറകിൽ നിന്ന് ഉമ്മാന്റെ വിളി. ക്ഷമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടുപോയോ കാണലെന്നാ നിന്നെ. യഥാർത്ഥത്തിൽ മരണ വീട്ടിലെ വല്ലാത്ത നിലവിളിയേതാ? ഉമ്മാന്റെ നിലവിളി, ഭാര്യയുടെ നിലവിളി, മക്കളുടെ നിലവിളി. ക്ഷമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടുപോയോ കാണലെന്നാ നിന്നെ. കഷ്ടപ്പെട്ട് ചുമന്ന് വളർത്തി വലുതാക്കി, എന്നെ മടിത്തലിട്ടിട്ട് പാലൂട്ടി വളർത്തി വലുതാക്കിയ കൺമണിയെ പോവുകയാണോ? ഇനി നിന്നെ എന്നാ പൊന്നുമോനെ കാണുന്നതെന്ന് ഉമ്മയുടെ നിലവിളി കേൾക്കുമ്പോ ആ സമയത്ത് പുഞ്ചിരിച്ചു മരിക്കണോ? വല്ലഹദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകളെ തിരോപതിക്കാതിരിക്കുക. നിങ്ങൾക്കറിയോ, ഒരു മനുഷ്യന്റെ മയ്യത്തെടുത്ത് കബറിൽ കൊണ്ടുപോയി വെച്ചിട്ട് ആ കബർ ആ മനുഷ്യന്റെ മയ്യത്ത് സ്വീകരിച്ചില്ല. ആ മയ്യത്തിനെ കബർ പോലും പുറന്തള്ളിക്കളഞ്ഞു. ആരെയാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിനോട് അഹങ്കാരത്തോടെ സമീപിച്ച മനുഷ്യനെ. ആ മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോയി കബറിൽ വെച്ചു. കബർ വലിയ സ്വീകരിച്ചില്ല, കബർ തള്ളിക്കളഞ്ഞു.
അള്ളാഹു റസൂലിന്റെ വഹി എഴുതുന്ന ഒരാളുണ്ട്, അത് കാത്തിബുൽ വഹി അബ്ദുല്ലാഹി ബിൻ സയ്യിദ് റളിയല്ലാഹു. ഒരു സഹാബിയ പേരെന്ന സഹാബിയല്ല, ആ സഹാബിയല്ല. ഇങ്ങോട്ട് നോക്ക്, ആ സഹാബിയല്ല. അള്ളാന്റെ റസൂല് ഖുർആന്റെ ആയത്തോതും പുറകിലിരുന്നിട്ട് അബ്ദുല്ലാഹി ബിൻ സയ്യിദ് എഴുതിയെടുക്കും. വലക്കദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما. ഇത്രയുമായ ചോദിക്കഴിഞ്ഞപ്പോ എഴുതിക്കൊണ്ടിരുന്ന അബ്ദുല്ലാഹി ബിൻ സയ്യിദ് പറഞ്ഞു, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. റസൂലുള്ള ഇത് ഓതിക്കൊടുത്തിട്ടില്ല. ഓതുന്നതിന് മുമ്പേ അബ്ദുല്ലാഹി ബിൻ സയ്യിദ് പറഞ്ഞു, റസൂലുള്ള പറഞ്ഞത് നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഇതാ എനിക്കറിയാൻ പാടില്ലാത്തത്, എനിക്ക് തൗറാത്തിൽ ഇതിനെക്കുറിച്ച് അറിവുണ്ട്, എനിക്കറിയാവുന്നതാണോ മുഹമ്മദ് എന്നെ കൊണ്ട് എഴുതേക്കുന്നത്? നീ വിവരം കെട്ടവനാന്ന് പറഞ്ഞ് അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ നിന്ന് വഹീന്റെ കലമെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അഹങ്കാരത്തോടെ ഇറങ്ങിപ്പോയി അബ്ദുല്ലാഹി ബിൻ സയ്യിദ്. ചരിത്രത്തിൽ കാണാം, ഈ മനുഷ്യൻ മരിച്ചിട്ട് മയ്യത്തെടുത്ത് കബറിൽ വെച്ചപ്പോ ആ കബർ ഈ മയ്യത്തിനെ സ്വീകരിച്ചില്ല. ആളുകൾ ഇറക്കി വെക്കും, വെളിയിലോട്ട് തള്ളും, ഇറക്കി വെക്കും, വെളിയിലോട്ട് തള്ളും. ആ മനുഷ്യനെ കബറിന്റെ ഉള്ളിൽ അടക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോ വല്ലഹദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന, അവന് ദുനിയാവിൽ തന്നെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു കാക്കട്ടെ. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുക, റസൂൽ എനിക്കറിയാവുന്നതാണ് മുഹമ്മദ് നീയും പറയണത്, വലിച്ചെറിഞ്ഞിട്ട് പോയി. അയാൾ മരിച്ചപ്പോ കബറിൽ പോലും സ്വീകരിച്ചില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഔ യുസീബഹും അദാബുൻ അലീം. ചുരുക്കി പറയാം, നാളെ നരകത്തിൽ അവന് വേദനാജനകമായ ശിക്ഷയുമുണ്ട്. ദുനിയാവിൽ ഫിത്ന, പരലോകത്ത് നരകം, രണ്ടതാബ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടുപുറകിൽ തൊട്ടുപുറകിൽ ഈ സഹാബത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹുവിന്റെ റസൂലിന്റെ ഏത് പല്ല് പോയെന്നറിയില്ല, കല്ലെടുത്തിട്ട് പല്ല് പറിച്ചു കളഞ്ഞു. ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോവുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ശത്രുക്കൾ വളഞ്ഞു, അമ്പുകൾ പാഞ്ഞു വന്നു. അള്ളാഹുവിന്റെ റസൂലിന് 14 സഹാബത്ത് പരിച തീർത്തു. മക്കാ ഖുറൈശികളുടെ അമ്പുകളേറ്റ് ഈ 14 സഹാബത്ത് പരിച തീർത്ത് ബഹുമാനപ്പെട്ട തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ സുരക്ഷിതമായി കൊണ്ടുപോകാൻ ഉഹദിന്റെ മലയിലേക്ക് കൊണ്ടുപോയി. 14 സഹാബത്ത് പരിച തീർത്തു. അമ്പുകളേറ്റിട്ട് ഓരോരുത്തർ മരിച്ചു വീണു. സഹോദരങ്ങളെ, ഉഹദ് കണ്ടവർക്കറിയാം, 500 മീറ്റർ നടക്കുന്നതിനിപ്പം 12 സഹാബത്ത് ഷഹീദായി താഴെ വീണു. എന്നിട്ട് ഞങ്ങളുടെ കൈകൾ കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ കോരിപ്പിടിച്ച് ഞങ്ങളുടെ നെഞ്ചിലേക്ക് അമ്പുകൾ വന്ന് തുളച്ചു കയറിയാലും ഞങ്ങളുടെ ഹബീബായ റസൂലിന്റെ മേനിയിൽ ഒരു മണ്ണ് വീഴുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ച് തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ഉഹദ് മലയുടെ മകളിലേക്ക് കൊണ്ടുപോയി. തന്റെ തോളത്ത് നിന്ന് രക്തമൊലിക്കുന്ന റസൂലുള്ള അവശനായി തന്റെ തോളത്ത് ചുമന്നുകൊണ്ടുപോയി. അല്ലാഹുവിന്റെ റസൂലിനെ തോളത്ത് നിന്ന് കൈയെടുത്ത് ഉഹദ് മലയുടെ ഒരു ഭാഗത്തേക്ക് ഗുഹയിലേക്ക് ഇറക്കി വെച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈപിടിച്ച സ്ഥലം ബഹുമാനപ്പെട്ട തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ഉഹദ് മലയുടെ ഭാഗത്തുള്ള ആ കല്ലിന്റെ മുകളിലേക്ക് തന്നെ മൂക്ക് വെച്ചപ്പോ എന്തോ ഒരു സുഗന്ധം. അല്ലാഹുവിന്റെ റസൂലിനെ കൈപിടിച്ചിട്ട് നബിയെ, ഇതെന്ത് സുഗന്ധമോ നബിയെ, അങ്ങ് കൈപിടിച്ച കല്ലിന് പോലും സുഗന്ധമോ നബിയെ, ഇതെന്ത് സുഗന്ധമാണെന്ന് പറഞ്ഞു കൊടുത്തു ബഹുമാനപ്പെട്ട തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു. ഇന്നും സിയാറത്തിന് വേണ്ടി പോകുമ്പോ, ഉഹദിൽ പോകുമ്പോ അള്ളാന്റെ റസൂൽ ഇരിക്കുന്ന ഭാഗത്ത് ഞാൻ പോയി. അവിടെ എന്റെ കൂടെ ഉണ്ടാകുന്ന മദീനയിൽ ഒരു സുഹൃത്ത് വന്നു. റസൂലുള്ളാഹി ഇരുത്തിയ സ്ഥലമായത്. സഹോദരങ്ങളെ, വർഷം 1400 കഴിഞ്ഞു. ബിഫോർ 1500 years ago, 1500 വർഷം കഴിഞ്ഞു. ആ മണ്ണിന്റെ മുകളിൽ 1500 വർഷത്തിനപ്പുറം ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന ഭാഗത്ത് പോയി ഈ സുഗന്ധം ആസ്വദിച്ചിട്ട് ആളുകൾ വരാതിരിക്കാൻ വേണ്ടി സൗദി അറേബ്യൻ ഗവൺമെന്റ് ഒട്ടകത്തിന്റെ ചാണകം ചുറ്റുഭാഗം വിതറിയിട്ടുണ്ട്. ആ ഒട്ടകത്തിന്റെ ചാണകത്തിന്റെ ദുർഗത്തിന്റെയും മുകളിൽ 1500 വർഷം ഹബീബായ റസൂലുള്ളാഹി ഇരുന്ന സ്ഥലത്തുനിന്ന് തൊട്ടുപോക്കുമ്പോ ആ സ്ഥലത്ത് നിന്ന് വന്ന സുഗന്ധം ആർക്കും പോയി അന്വേഷിക്കാം. അതെന്തോ ഒരു സുഗന്ധമാണ്.
അതെന്തോ ഒരു സുഗന്ധമാണ്, അതെന്തോ ഒരു സുഗന്ധമാണ്. ഇന്നും അനുഭവിച്ചു തീരാത്ത ഈ സുഗന്ധം ഈ ഹുബ്ബ് റസൂലിന്റെ സദസ്സിനെ സാക്ഷി നിർത്തി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ മനസ്സിൽ ഹുബ്ബ് പറയുമ്പോ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത ഒരൊറ്റ കാര്യമേയുള്ളൂ. ഇത്രയും അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച ഈ സഹാബത്ത് എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിനെ ഉൾക്കൊണ്ടത്? ഒന്നാലോചിച്ചു നന്നായിട്ട്. ഈ സദസ്സ് നിശബ്ദമാണ്. ഇത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സദസ്സ്. ഇത്രയൊക്കെ ഹുബ്ബ് പറയുമ്പോഴും എന്റെ പൊന്നു ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇത്രയൊക്കെ പറയുമ്പോഴും ഇത്ര സ്നേഹിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടക്കുമ്പോൾ ആ വഫാത്തിനെ ഈ സഹാബത്ത് എങ്ങനെ ഉൾക്കൊള്ളും? എന്റെ ഹബീബായ നബിയുടെ ശരീരത്തിൽ ഒരു മണ്ണ് വീടാൻ ഞാൻ ഇഷ്ടപ്പെടില്ലെന്നാ പറഞ്ഞ് സ്വന്തം ശരീരം കൊണ്ട് പരിച തീർത്ത് 80 മുറിവുകളേറ്റിട്ടും തന്റെ ഹബീബിനെ കൊണ്ട് നടന്ന തൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു ഈ റസൂലുള്ള വഫാത്തായപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ എങ്ങനെ ഇവരും പിടിമണ്ണ് വാരിയിട്ടു? അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ട് തിരിച്ചു വരുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ തന്റെ ഉപ്പാന്റെ മയ്യത്ത് കബറടക്കിയിട്ട് വന്ന അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചില്ല, അനസേ അത്താബത്ത് അൻഫുസുക്കും അൻ തഖ്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറാബ്. അനസേ 10 വർഷം എന്റെ ഉപ്പാക്ക് നീ സേവനം ചെയ്തവനല്ലേ അനസേ, എന്റെ ഉപ്പാന്റെ ശരീരത്തിൽ എങ്ങനെ മണ്ണിടാൻ നിനക്ക് തോന്നി അനസേ? ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പ്രഭാഷകൻ ഒരു പിക്ചറൈസേഷൻ നടത്താൻ പറ്റാത്തൊരു വിഷയമില്ല വഫാത്തു റസൂൽ. ഒരു പ്രഭാഷകൻ എത്ര മാർട്ടിൻ ലൂതർ കിങ് ആണല്ലോ വലിയ പ്രഭാഷകൻ ആയിട്ട് അയാൾക്ക് പോലും ഒരു പിക്ചറൈസേഷൻ നടത്താൻ പറ്റാത്ത ഒരേ ഒരു അവസ്ഥ റസൂലുള്ളാഹിയുടെ വഫാത്ത്. എങ്ങനെ പറയും? ഒരു മകള് പൊട്ടിക്കറിയുന്ന എന്റെ ഉപ്പാന്റെ ശരീരത്ത് മണ്ണ് വാരിയിടാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? കബറിൽ മലന്ന് കിടക്കുമ്പോഴും ആ മുഖം കണ്ടിട്ട് അമ്പിളി തിങ്കൾ കല പോലെ പുഞ്ചിരിച്ചു നിൽക്കുന്ന ആ മുഖത്ത് നോക്കിയിട്ട് കയ്യിലിരിക്കുന്ന മണ്ണ് മേനയിലേക്ക് ഇടാൻ ഒരു മനുഷ്യന് കഴിയും? മരണം എല്ലാവർക്കും സ്വാഭാവികം. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മരണം എല്ലാവർക്കും സ്വാഭാവികമാ. ആ മരണം പ്രവാചകന്മാർക്കും ബാധകമാ. അതുകൊണ്ട് അല്ലാഹു പ്രവാചകന്മാരെ മരണത്തിന് മുമ്പേ മരണത്തിന് തയ്യാറാക്കി. അല്ലാഹുവിന്റെ പ്രവാചകനായത്തിറങ്ങി, നബിയേ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബാ. ഓ നബിയെ, ജനങ്ങളെ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. അങ്ങയുടെ ദൗത്യം അവസാനിക്കാറായി നബിയെ. അടുത്ത ആയത്തിറങ്ങി, ഇന്നക മയ്യിതും വ ഇന്നഹും മയ്യിതൂൻ. എല്ലാവരും മരിക്കുന്നവരാ, അങ്ങും മരിക്കും നബിയെ. റസൂലുള്ളാഹിയുടെ മനസ്സിനെ വഫാത്തിന് വേണ്ടി പാകപ്പെടുത്തി. മൂന്നാമത്തെ ആയത്തിറങ്ങി, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബലിഹിർ റുസുൽ. എല്ലാ പ്രവാചകന്മാരും കഴിഞ്ഞു പോയവര് മരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന് മരണത്തിലോട്ട് കടന്നു പോകേണ്ടടാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സഫർ മാസത്തിലാണ് വേദന ഉണ്ടാവുക. ആദ്യം വേദനയുള്ളവർക്ക് ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലും പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹ ഹുബ്ബ് റസൂലിന്റെ പ്രഭാഷണം സമാപനം കുറിക്കുകയാ. സലാത്തുകൾ ആകാശത്തിലേക്ക് മുഖരിതമാവുകയാണ്. കണ്ണുനീര് കവിൾത്തടത്തിലൂടെ ചാലിട്ടൊടുകേണ്ടതാണ്. കൽവുള്ളവനെ കരയുക. അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രത്തിൽ കാണാം, ഒരു ദിവസം വല്ലാത്ത തലവേദന വന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല തലയിൽ കൈവച്ചിട്ട് പറയുകയാണ്, എന്റെ ശിരസ്, എന്റെ തലവേദനയെ സഹിക്കാൻ കഴിയാത്ത തലവേദനയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ, ആയിഷ ഈ തലവേദന വന്നിട്ട് നിലവിളിക്കുന്നതെന്താ?
ഈ തലവേദന വന്നിട്ടെങ്ങാനും നീ മരിച്ചുപോയാൽ ആയിഷ, എന്റെ കൈ കൊണ്ട് നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും, എന്റെ കൈ കൊണ്ട് നിന്റെ കഫൻ ഞാൻ പൊടിയും, എന്റെ കൈകൾ കൊണ്ട് നിനക്ക് വേണ്ടി കബറ് കൊടുക്കും. ലദഫൻതുകി വകഫൻതുകി, ആയിഷ, നിനക്ക് വേണ്ടി ഞാൻ മയ്യത്ത് നിസ്കരിച്ചിട്ട് നിന്നെ ഞാൻ കബറടക്കി, നിന്നെ ഞാൻ കഫൻ തുണി പൊതിഞ്ഞ് നിന്നെ ഞാൻ തന്നെ അടക്കും ആയിഷ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ സമയത്താണ് സ്ത്രൈണതയുടെ ഭാവം മുഖം പൊക്കിയത്. ആയിഷ ബീവിയുടെ മറുപടി എന്താ? ഓ നബിയേ, നിങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് മരിക്കാൻ ഇഷ്ടമാണല്ലേ? ഞാൻ പെട്ടെന്ന് മരിച്ചിട്ട് നിങ്ങൾക്ക് മറ്റു ഭാര്യമാരുടെ കൂടെ പോയി താമസിക്കാനല്ലേ? അതുകൊണ്ടല്ലേ തലവേദനയാന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് നിങ്ങൾ എന്നെ മരണത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നല്ലേ നബിയേ? കുറെ കഴിഞ്ഞു അള്ളാന്റെ റസൂലിനോ തലവേദന വന്നു. അള്ളാന്റെ റസൂല് തലയിൽ വെച്ചിട്ട് പറഞ്ഞു, എനിക്കിന്നെന്തൊരു തലവേദനയാണ് ആയിഷ, ഞാൻ മരിക്കുമ്പോ നീ എന്റെ കഫം പൊതിയുമോ എന്നല്ല, അള്ളാന്റെ റസൂല് മുമ്പിൽ വെച്ച് പറഞ്ഞത് ഞാൻ നാളെ മരിക്കാൻ പോവുകയാണ് ആയിഷ എന്ന് അള്ളാന്റെ റസൂല് ആയിഷ ബീവിയുടെ മനസ്സിനെ തെര്യപ്പെടുത്തി. സഹോദരങ്ങളെ, അള്ളാന്റെ റസൂലിന് രോഗം ബാധിച്ചു, പനി ബാധിച്ചു. ഞാൻ വളരെ ചുരുക്കി പറയാം, അള്ളാഹുവിന്റെ റസൂലിന് പനി ബാധിച്ചു. ആ പനി ബാധിച്ച റസൂലുള്ള ഭാര്യമാരുടെ വീട്ടിലേക്ക് അടിയുകയാണ്. സഹോദരങ്ങള്, വീട്ടിലേക്ക് അടിയുന്ന ബഹുമാനപ്പെട്ട റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന സമയം ഓരോ ദിവസവും പറയും, നാളെ എന്റെ അവസ്ഥ എന്താ, നാളെ എന്റെ അവസ്ഥ എന്താ, നാളെ എന്റെ അവസ്ഥ എന്താ, നാളെ എന്റെ അവസ്ഥ എന്താ. ഭാര്യമാർക്ക് മനസ്സിലായി റസൂലുള്ള പറയുന്നതിന്റെ അർത്ഥം എന്താ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടന്ന് മരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഭാര്യമാരെല്ലാവരും കൂടി അല്ലാഹുവിന്റെ റസൂലിനെ ആയിഷ ബീവിയുടെ വീട്ടിലാക്കി. ആയിഷ ബീവിയുടെ വീട്ടിൽ കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് ഇടയ്ക്ക് ബോധം വരുന്നുണ്ട്, ബോധം നഷ്ടപ്പെടുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്തിന് നിർത്തി. ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഏതാണ്ട് 17 വക്തോളം അബൂബക്കർ റളിയല്ലാഹു തആല ഇമാമത്ത് നിൽക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന് ബോധം വരുന്നുണ്ട്, ബോധം പോകുന്നുണ്ട്. ഇടയ്ക്കൊരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന് ബോധം വീണപ്പോ റസൂലുള്ള പറഞ്ഞു, എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹാബത്തിനെ കാണണം. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതനുസരിച്ച് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചുമലുകളിലേക്ക് തന്റെ ഇരുകരങ്ങൾ എടുത്തു വെച്ച് അല്ലാഹുവിന്റെ റസൂൽ മസ്ജിദിൻ നബവിയിലേക്ക് പോവുകയാ. കാല് തറയിൽ ചവിട്ടാൻ കഴിയാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലുകളെ നിരത്തൂടെ ഇഴയുന്നുണ്ട്. ആ പോകുന്ന വഴിയിൽ ചാലുകൾ വീഴ്ത്തിയിട്ട് 2 സഹാബത്തിന്റെ തോളിൽ തൂങ്ങി. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന്റെ മുമ്പിലെത്തി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിന്റെ മുകളിലോട്ട് കയറി, സഹാബ, അല്ലാഹുവിന്റെ അടിമയുടെ മുമ്പ് 2 കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഒന്നുകിൽ ദുനിയാവും അതിന്റെ അനുഗ്രഹവും വേണോ, അതല്ല സ്വർഗം വേണോ, സ്വർഗം വേണോ. അവന്റെ അടിമ സ്വർഗത്തെ തെരഞ്ഞെടുത്തു, ദുനിയാവ് വേണ്ടെന്ന്. ഇത് പറയേണ്ട താമസം സദസ്സിന്റെ ഇടയിൽ നിന്നൊരു വല്ലാത്ത തേങ്ങിക്കരച്ചിൽ കേൾക്കാം. ആരാ? സയ്യിദിന അബൂബക്കറിന് സിദ്ദീഖ്. സഹാബത്ത് പറഞ്ഞു റളിയല്ലാഹു അൻഹു, എന്തിനാ ഒരടിമ സ്വർഗം തെരഞ്ഞെടുത്ത കാര്യം പറയുമ്പോ അബൂബക്കർ കരയുന്നത് എന്തിനാ? അതേതെങ്കിലും ഒരു അടിമയുടെ കാര്യമല്ലേ? എന്തിനാ അബൂബക്കറെ കരയുന്നത്? യാ റസൂലല്ലാഹ്, അടിമ അങ്ങല്ലേ നബിയെ? ഈ വാക്കിലൂടെ അങ്ങയുടെ വഫാത്ത് അടുത്തെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നബിയെ. അങ്ങ് ഞങ്ങളോട് വിട വാങ്ങാൻ പോവുകയാ, അങ്ങ് ഞങ്ങളോട് വിട പറയാൻ പോവുകയാണ്. ഇത് കേട്ട സഹാബത്തപ്പെടാ ചിന്തിക്കുക. സഹോദരങ്ങളെ, മദീന മുഴുവനെ പൊട്ടിക്കരഞ്ഞു. 10,000 സഹാബത്തിന്റെ കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങി. ഞങ്ങളുടെ ഹബീബായ റസൂലുള്ള വിട പറയുകയോ, അല്ലാഹുവിന്റെ റസൂല് വഫാത്താവുകയോ, അല്ലാഹുവിന്റെ റസൂല് വഫാത്താവുകയോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂല് നേരെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിലെത്തി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരങ്ങളെ, റബീഉൽ അവ്വൽ 10 സലാം പറഞ്ഞിട്ടുണ്ട് നബിയെ. അങ്ങയുടെ അവസ്ഥ എന്താണ് നബിയെ എന്ന് അല്ലാഹു അന്വേഷിക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അറിയാനിട്ടല്ല, അന്വേഷിക്കാൻ ഹബീബ് പറഞ്ഞു വിട്ടടാ. സഹോദരങ്ങളെ, ജിബ്രീൽ തിരിച്ചുപോയി. 2ാമത്തെ ദിവസം വീണ്ടും ജിബ്രീൽ വന്നു. 3ാമത്തെ ദിവസം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ജിബ്രീൽ വന്നു. കൂടെ വമഅഹു അസ്റായീൽ,
അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു. ചുരുക്കി പറയട്ടെ, സദസ്സ് വിശാലമാണ്, സമയം പരിമിതമാണ്. എങ്ങനെയാ ഇത് പറയാറ്? ഹുബ്ബുൻ നബി അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ? ഓ നബിയെ, അങ്ങ് അനുമാനം എന്നാ അങ്ങയുടെ റൂഹ് പിടിക്കാൻ അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് നബിയെ. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് അനുവാദം ചോദിക്കുമ്പോ എനിക്കെന്റെ ജിബ്രീലിനോടൊരു കാര്യം ചോദിക്കണം. എന്താ നബിയെ? എന്റെ ഫാത്തിമയുടെ അവസ്ഥയല്ല, എന്റെ ആയിഷയുടെ അവസ്ഥയല്ല, 14 രാവിലെ കയ്യിൽ പിടിച്ചിട്ടോടി നടന്ന എന്റെ ആയിഷയുടെ അവസ്ഥയല്ല, എന്റെ കരളിന്റെ കശനമത്തിന്റെ അവസ്ഥയല്ല. ഓ ജിബ്രീലേ, ഞാൻ മരിച്ചുപോയാ, ഈ ലോകത്ത് നിന്ന് ഞാൻ വിട പറഞ്ഞു പോയാ എന്റെ സമുദായത്തെ ആരാ നോക്കുക? എന്റെ സമുദായത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ള എന്റെ റസൂല് ചോദിക്കുമ്പോ, ഏത് സമുദായമാ ചെറുപ്പക്കാരാ? പട്ടച്ചാരായത്തിന്റെ കടയിലും ചീട്ടുകളിയുടെ മേടയിലും ലോകത്തുള്ള ആഭാസത്തിന്റെ നടുവിൽ കടന്നുപോയാ ഞാൻ നിങ്ങളുമടക്കമുള്ള സമുദായത്തെ കുറിച്ച് വഫാത്തിന്റെ മരണത്തിന്റെ കട്ടിലിൽ കിടന്ന് വേവലാതിയോടെ ചോദിച്ചു. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഓ നബിയെ പേടിക്കണ്ട, അല്ലാഹു അങ്ങയുടെ ഉമ്മത്തികളുടെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട് നബിയെ എന്ന സമാധാനം കിട്ടുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ അനുമതി കൊടുക്കുക, റൂഹ് പിടിച്ചുകൊള്ളുക. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ തള്ളവരൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. തൊട്ടടുത്തിരിപ്പുണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊന്നുമോള് ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ അലാ ഇന്നലിൽ മൗത്തില സക്കറാത്ത്, മരണത്തിന്റെ സക്കറാത്തിന്റെ വേദന ഉപ്പാക്ക് സഹിക്കാൻ കഴിയുന്നില്ല മോളെ. പൊന്നുമോള് ഫാത്തിമ, ഉപ്പാക്ക് മരണത്തിന്റെ വേദന വല്ലാത്ത വേദനയാ. തന്റെ പ്രിയപ്പെട്ട ഉപ്പ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റൂഹ് പിടിച്ച് വയറിന്റെ ഭാഗത്തെത്തി. ആയിഷ ഒരു നല്ല വെള്ളം ഉള്ള കപ്പലം കൊണ്ടുവന്ന് അതിന്റെ ഉള്ളിൽ തുണി നനച്ചിട്ട് എന്റെ ശരീരമൊന്ന് തുടക്കാൻ ആയിഷ സഹിക്കാൻ കഴിയുന്നില്ല. ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് ഒരു വലിയ പാത്രത്തിന് വെള്ളം കൊണ്ടുവന്നു. തോലിന്റെ കഷണം അതിന്റെ അകത്തിട്ട് നനച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം തുടച്ചു കൊടുത്തു. മരണത്തിന്റെ വേദന. എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താ? വെള്ളത്തിന് തുണി നനച്ചിട്ട് ശരീരം മുഴുവൻ ചൂടാകുന്നു. ശരീരം ഇങ്ങനെ തുടച്ചു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വ്യസനം കാണുമ്പോ അടുത്ത് നിന്ന് ഫാത്തിമ എന്ന പൊന്നുമോള് നിലവിളിച്ചു പോയി, അല്ലാഹുവേ, വാ അബത്താ വാ കർബഅബ യാ മൻ നജാബ റബ്ബന ദആ ഇലാ ജിബ്രീല നനാ വമൻ ജന്നത്തുൽ ഫിർദൗസി മഅവാ. ഒരു പാന്റെ മരണസമയത്ത് മോള് വിളിച്ച നിലവിളിയാണിത്. ചരിത്രത്തിൽ ഇങ്ങനെ ഒരു നിലവിളിയില്ല. വാ അബത്താ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, വാ കർബഅബ, എന്റെ ഉപ്പാന്റെ ദുഃഖമേ, എന്റെ ഉപ്പാന്റെ വ്യസനമേ, എന്റെ ഉപ്പാന്റെ ദുഃഖമേ. യാ മൻ അജാബ റബ്ബന ദആ, അല്ലാഹുവിന്റെ വിളിക്ക് മറുപടി കൊടുത്തിട്ട് പോവുകയാണ് ഉപ്പ. അല്ലാഹുവേ, കഷ്ടപ്പെടുത്ത് മക്കളെ വളർത്തിയിട്ട് പടച്ചവനെ നാളെ മരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചാരത്തിരുന്ന് ഞങ്ങൾ ആശ്വസിപ്പിക്കുന്ന പൊന്നുമക്കളെ തരണേ അല്ലാ, പൊന്നുമക്കളാക്കി തരണേ അല്ലാ, പൊന്നുമക്കളാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, യാ മൻ ജന്നത്തുൽ ഫിർദൗസി മഅവാ, ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പോവുകയാണ് ഉപ്പ. പൊട്ടിക്കരയുന്ന എന്റെ കരളിന്റെ കസനമായ പൊന്നുമോളെ, അല്ലാഹു നമുക്കങ്ങനെ ഒരു പൊന്നു പെമ്മക്കളെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. തന്റെ തളർന്നു കിടക്കുന്ന കൈകൊണ്ട് പൊന്നുമോളെ അടുത്തേക്ക് വിളിച്ചിട്ട് ചെവിയിൽ പറഞ്ഞു, പൊന്നുമോളെ കരയണ്ട, എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്റെ അടുക്കളേക്ക് വരുന്നത് കൺമണിയെ നീയായിരിക്കും മോളെ. ഫാത്തിമയ്ക്ക് ചിരിയായി. സഹോദരങ്ങളെ, ആ സമയത്താണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു
അള്ളാന്റെ റസൂലിന്റെ രോഗവിവരം അറിയാൻ റസൂലുള്ളാഹിയുടെ ചാരത്ത് വരിക. അള്ളാന്റെ റസൂൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് നോക്കുന്നുണ്ട്. ആയിഷ ബീവിക്ക് മനസ്സിലായി അള്ളാന്റെ റസൂലിന് മിസ്വാക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ മിസ്വാക്കുണ്ട്. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാന്റെ റസൂലിന്റെ കയ്യിലേക്ക് മിസ്വാക്ക് എടുത്തു കൊടുക്കുമ്പോ റസൂലുള്ളാഹിയുടെ കൈ പൊന്തുന്നില്ല. സക്കറാത്തിന്റെ വേദന. അല്ലാഹുവേ, ഞങ്ങളുടെ സക്കറാത്തിന്റെ വേദന ലഘൂകരിച്ച് നൽകണയല്ല, ലഘൂകരിച്ച് നൽകണയല്ല. അള്ളാന്റെ റസൂലിന്റെ കൈ പൊന്തുന്നില്ല. ഞാൻ ചോദിച്ചു, നബിയെ പല്ല് തേക്കണോ നബിയെ? വേണമെന്ന് പറയാൻ നാമനങ്ങുന്നില്ല. അള്ളാന്റെ റസൂലിന്റെ വഫാത്ത് കണ്ടപ്പോഴാണ് മരണം ഒരു വലിയ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായതെന്ന് ബീവി ആയിഷ. അള്ളാന്റെ റസൂലാരാ? ലോകത്തിലെ ഏറ്റവും ലളിതമായി റൂഹ് പിടിക്കപ്പെട്ട മനുഷ്യൻ. ആയിഷ ബീവി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ സക്കറാത്തിന്റെ വേദന കണ്ടപ്പോഴാണ് മരണം ഒരു വല്ലാത്ത അവസ്ഥയാണെന്ന് എനിക്ക് മനസ്സിലായത്. സഹോദരങ്ങളെ, ആയിഷ ബീവി നോക്കുമ്പോ കൈപൊന്തുന്നില്ല. അവസാനം ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്റെ ഒരു അറാക്കിന്റെ കഷണമെടുത്തിട്ട് വായിൽ വെച്ച് ചവച്ചരച്ച് അവസാനം അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം തന്റെ ഇടത്തെ കൈകൊണ്ട് തന്റെ വയറ്റിലോട്ട് ചേർത്ത് വെച്ച് ഒരു ഉമ്മ കൊച്ചുകുട്ടിയുടെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ മരണത്തിന്റെ സമയം സ്വന്തം ഭർത്താവായ റസൂലുള്ളാഹിയുടെ പല്ല് തേച്ച് കൊടുത്തു ആയിഷ. ആ സമയത്താണ് അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട വളർത്തുപുത്രൻ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു വാതിലിന്റെ ഭാഗത്തെക്കുന്നത് അള്ളാന്റെ റസൂലിന്റെ രോഗവിവരം അറിയാൻ. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അള്ളാന്റെ റസൂലിന്റെ കൈ മെല്ലെ മെല്ലെ പൊന്തുന്നത് ഞാൻ കണ്ടു. പല്ല് തേക്കാൻ പോലും ആരോഗ്യമില്ലാത്ത കൈ എന്തിനാണ് പൊന്തിക്കുന്നത്? അള്ളാന്റെ റസൂല് പല്ല് തേക്കാൻ ബലമില്ലാതിരുന്ന കൈ പൊന്തിച്ചിട്ട് ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ ഇങ്ങനെ ആംഗ്യം കാണിച്ചു, ഇങ്ങനെ ആംഗ്യം കാണിച്ചു. എന്താണെന്നറിയോ? പൊന്നുമോനെ ഉസാമ, മരണത്തിന്റെ വേദന മുഹമ്മദിന് സഹിക്കാൻ കഴിയുന്നില്ല. എനിക്ക് വേണ്ടി നീ ഒന്ന് ദുആ ചെയ്യണേ ഉസാമ. അല്ലാഹുവിന്റെ റസൂല് പോലും ഉസാമയുടെ നേരെ കൈ നിവർത്തിയിട്ട് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ എന്ന് ആംഗ്യം കാണിച്ച സമയമാണ് സക്കറാത്തിന്റെ സമയം. സഹോദരങ്ങളെ, അവസാനം റൂഹ് തൊണ്ടക്കുടിയിലെത്തി. ആയിഷയോട് സലാം പറഞ്ഞു. ലോകം മുഴുവനും അള്ളാന്റെ റസൂലിന്റെ മരണവൃത്താന്തം അറിഞ്ഞു. തൊണ്ടക്കുടിയിൽ റൂഹെത്തുകയാണ്. അവസാനം റൂഹും ശരീരവും രണ്ടും രണ്ടായി മാറുന്നതിന് മുമ്പ് അള്ളാന്റെ റസൂല് രണ്ട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടാണ് പോയത്. ആ രണ്ട് കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ മരിക്കുന്നത് വരെ ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് നിയ്യത്ത് ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാന്റെ റസൂലിന്റെ ശരീരം നിശ്ചലമായി. മദീന പൊട്ടിക്കരഞ്ഞു. മദീന നിശ്ചലമായി. മദീന നിശ്ചലമായി. ആളുകൾ മുഴുവനും വിഭ്രാന്തരായി. ആ സമയത്താണ് ഊരിപ്പിടിച്ച വാളുമായിട്ടൊരു മനുഷ്യൻ പാഞ്ഞു വന്ന് അള്ളാന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കി. ആരാണടാ? എന്റെ ഹബീബ് മരിച്ചു എന്ന് പറഞ്ഞ ആ പറയുന്നവന്റെ തല ഞാൻ കൊയ്തെടുക്കുമാനാന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു സ്ഥലകാല വിഭ്രാന്തിയിലായി. ആരാന്നറിയോ? കുറെ വർഷം മുമ്പ് ഊരിപ്പിടിച്ച വാളുമായി മുഹമ്മദ് എവിടെടാ? അവന്റെ തല ഞാൻ വെട്ടുമെന്ന് പറഞ്ഞ് ഊരിപ്പിടിച്ച വാളുമായി പോയ കാട്ടാളനാണ്. മരിച്ചു കിടക്കുമ്പോ എന്റെ ഹബീബ് മരിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ വെട്ടിയെടുക്കുമെന്ന് പറഞ്ഞ സയ്യിദിനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, സഹാബത്ത് മുഴുവനും പൊട്ടിക്കരയുമ്പോ അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി അബൂബക്കർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബലിഹി الرسل അഫഇൻ മാത ഔ ഖുതില انقلبتم على അഖാബികും വമൻ ينقلب على عقبيه فلن يضر الله شيئا. അള്ളാന്റെ റസൂല് മരിച്ചു. മൻകാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്.
അള്ളാഹു മരിച്ചിട്ടില്ല എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുമ്പോ ഈ ആയത്ത് ഖുർആനിൽ അപ്പം ഇറങ്ങിയതാണോ എന്ന് ഞങ്ങൾ ചിന്തിച്ചു പോയെന്ന്. ലോകത്തിന്റെ വസന്തം വിട പറഞ്ഞു. അള്ളാഹു നാളെ മദീനത്ത് കാണാൻ, നാളെ ഹൗദുൽ കൗസറിന്റെ ഓരത്ത് കാണാനുള്ള തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ കണ്ണിലിറ്റ് നീരിയ കണ്ണുനീരല്ലാഹു സ്വീകരിക്കട്ടെ. രണ്ട് കാര്യം ഇന്ന് ഇവിടെ വെച്ച് തീരുമാനമെടുക്കണം. ഈ രണ്ട് കാര്യം മരണം വരെ അള്ളാഹു റസൂലിന്റെ റൂഹും ശരീരവും രണ്ടായി വിട പറയുന്നതിന് മുമ്പ് പറഞ്ഞ രണ്ട് കാര്യം ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരട്ടെ. നമ്മൾ തമ്മിൽ കണ്ടതിനൊരു അൽഹംദുലില്ലാഹ് അല്ലാഹു നിലനിർത്തി തരട്ടെ. ഇന്നലെ കയ്യിൽ പിടിച്ചിട്ട് ഉസ്താദെ 15 വർഷത്തിനിടയിൽ കള്ളു കുടിക്കാത്ത ദിവസമില്ല. ഉസ്താദെ ലോകാവസാനം പറയാൻ ബാക്കി വെച്ചതിന് വന്നതാ. അന്ന് മുതൽ നിസ്കാരം കൊണ്ട് കള്ളില്ലതാനും പറഞ്ഞ എത്ര ആളുണ്ട്? അല്ലാഹു നിലനിർത്തി തരട്ടെ. ലോകാവസാനം കേൾക്കാൻ വേണ്ടി വന്നതാ. ഞാൻ എടപ്പാളൊരിടത്ത് പ്രസംഗത്തിന് പോയി. ഒരു മനുഷ്യൻ ആദ്യമായിട്ട് പ്രസംഗത്തിന് വന്നത്. പ്രസംഗം കേട്ടിട്ട് അദ്ദേഹം പോയപ്പോ പ്രിയപ്പെട്ട ഉമ്മ എന്ന് പറയുന്ന എന്റെ ഒരു പ്രസംഗമുണ്ട്, കാസറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയി. 15 വർഷമായിട്ട് ഉമ്മയായിട്ട് പണക്കോ. 15 വർഷമായിട്ട് ഉമ്മയായിട്ട് പണക്കോ. ആ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് കാതിയടക്കമുള്ള ഒരു മധ്യസ്ഥ പറഞ്ഞ മനുഷ്യൻ കേട്ടില്ല. അന്ന് രാത്രി ആ വാതിൽ 2.5 മണിക്കൂറത്തെ പ്രസംഗം കേട്ടു. പിറ്റേ ദിവസം രാവിലെ സുബൈക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉമ്മയുടെ വീട്ടിൽ പോയി കൈ പിടിച്ച് സ്വന്തം വീട്ടിൽ കൊണ്ടുവന്നു. 15 വർഷം കൊണ്ട് ഒരു സമൂഹം ചെയ്തിട്ട് പറ്റാത്തത് 2 മണിക്കൂറത്തെ പ്രസംഗം കൊണ്ട് പറ്റിയെങ്കിൽ അള്ളാഹു ആ വാക്കിനെ സ്വീകരിച്ചു എന്നല്ലാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. അള്ളാഹു നിലനിർത്തി തരട്ടെ. ഈ മണ്ണാർക്കാട് നിന്നാണ് മനുഷ്യൻ ചിലപ്പോൾ ഈ സദസ്സിലുണ്ടാവും. ഉസ്താദെ 45 വയസ്സായി ഇന്ന് വരെ ജീവിതത്തിൽ നന്മ ചെയ്തിട്ടില്ല. കള്ളു കുടിച്ചിട്ടുണ്ട്, കുടിപ്പിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, വ്യഭിചരിപ്പിച്ചിട്ടുണ്ട്. ഉസ്താദെ എന്റെ ഭാര്യ ഞാൻ എന്റെ കൂട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ട്. അവസാനം ആ മനുഷ്യനൊക്കെ പറഞ്ഞെന്നാൽ ഉസ്താദെ എന്റെ മകളോട് പോലും ഞാനത് ചെയ്തിട്ടുണ്ട്. ഉസ്താദ് ഞാൻ വരുന്നത് കണ്ട നാട്ടിലെ ആളുകൾ മാറി നിൽക്കും. പെണ്ണുങ്ങൾ ഉസ്താദെ ലോകാവസാനത്തിന്റെ കാസറ്റ് കേട്ടു, അന്നു മുതൽ ഞാൻ എന്റെ ജീവിതത്തിൽ മാറി ഉസ്താദ്. അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാം ഒരേപോലെ നാം നിർത്തുന്നു. ബഹുമാനായ സയ്യിദ് അവറുകൾ എത്തുന്നു. അള്ളാഹു ഈ സദസ്സിനെ കബൂലാക്കട്ടെ. അള്ളാഹു ഈ സദസ്സിനെ കബൂലാക്കട്ടെ. അള്ളാഹു ഈ സദസ്സിനെ കബൂലാക്കട്ടെ. മഹാനായ സയ്യിദ് അവറുകൾ അള്ളാഹു ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും നൽകും. ഒരൊറ്റ കാര്യം കൂടി തഖബ്ബലല്ലാഹ്. അല്ലാഹു ഈ ബഹുമാനം നിലനിർത്തി തരട്ടെ. ഈ ബഹുമാനം കൊണ്ടല്ലാതെ എന്റെ പൊന്നു സഹോദരങ്ങളെ നമ്മൾ ജീവിതത്തിൽ ഒരു ഭാഗത്ത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് വളരെ ആഗ്രഹത്തോടെ ഞാൻ പറയുകയാണ്. ആലിമീങ്ങളോടുള്ള, സയ്യിദീങ്ങളോടുള്ള, ഉസ്താദന്മാരോടുള്ള, ഇൽമിനോടുള്ള, ഉലമായിനോടുള്ള ഈ ബഹുമാനവും അദബും നിലനിർത്തണം. അതുകൊണ്ട് മാത്രമേ നമ്മൾ രക്ഷപ്പെടൂ, എത്ര വലുതാണെങ്കിലും. അതുകൊണ്ട് ഈ സദസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇൻഷാ അല്ലാഹ് 2 കാര്യം ജീവിതത്തിൽ പറയണം. റസൂലുള്ളാഹി വഫാത്തിന്റെ സമയത്ത് പറഞ്ഞാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയാൻ ഇൻഷാ അല്ലാഹ് ചെയ്യോ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ വേളയിൽ കിടക്കുകയാ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ എന്തോ പറയാൻ പോകുന്നുണ്ട്. റൂഹ് തൊണ്ടക്കുടിയിലെത്തി. അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ട് ധരിക്കുന്നുണ്ട്. ശബ്ദം വെളിയിലോട്ട് വരുന്നില്ല. എന്റെ ഹബീബായ നബി തങ്ങൾ എന്താണ് പറയുന്നതെന്നറിയാൻ ഞാൻ റസൂലുള്ളാഹിയുടെ ചുണ്ടിലേക്ക് ചെവി ചേർത്ത് വെച്ചു. ആ സമയത്ത് റസൂലുള്ള വിട പറയുന്നതിന് മുമ്പ്, അവസാനം വിട പറയുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ ശബ്ദമേടാ, ഉസീകും യാ ഉമ്മത്തി ബിസ്സലാ, ഉസീകും യാ ഉമ്മത്തി ബിസ്സലാ. എന്റെ സമുദായമേ, നമസ്കാരത്തിന്റെ കാര്യം മറക്കരുത്. വഫാത്തിന്റെ തൊട്ടുവേളയിൽ അവസാനത്തെ ശബ്ദം, എന്റെ സമുദായമേ, എന്റെ സമുദായമേ, എന്റെ സമുദായമേ, ഉസീകും യാ ഉമ്മത്തി ബിസ്സലാ. എന്റെ സമുദായമേ, നമസ്കാരത്തിന്റെ കാര്യം മറക്കരുത്. അള്ളാഹു കബൂലാക്കട്ടെ. ഈ ഹുബ്ബ് റസൂലിന്റെ സദസ്സിൽ ഓരോ ചെറുപ്പക്കാരോടും ഓരോ ചെറുപ്പക്കാരികളോടും ഇവിടെ വന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ സ്വീകരിക്കണോ. ഈ നിമിഷം മുതൽ അള്ളാഹുവെ മരിക്കുന്നത് വരെ, അവസാനത്തെ ശ്വാസം വരുന്നത് വരെ 5 വഖത്ത് നിസ്കാരം ഖളാ ആവാതെ അനുഷ്ഠിക്കും, ഞാൻ നിസ്കരിക്കും എന്ന് നിയ്യത്ത് ചെയ്യും. ഹുബ്ബുണ്ടോ? അനുരാഗത്തിന്റെ 3 അടയാളം ഖുർആൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉണ്ടോ? ഇവിടെ വെച്ച് നിയ്യത്ത് ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഉറക്കെ പറ ഇൻഷാ അല്ലാഹ്.
ഈ ഹുബ്ബ് റസൂലിന്റെ സദസ്സിൽ ആയിരക്കണക്കിന് മലക്കുകൾ സാക്ഷി, ഈ ജനാവലി സാക്ഷി, ഈ സദാത്തുകൾ സാക്ഷി, ഈ ഉലമാക്കൾ സാക്ഷി, ഈ കാലം സാക്ഷി, ചരിത്രം സാക്ഷി, താരകങ്ങൾ സാക്ഷി, തരുക്കൾ സാക്ഷി, ഭുവനം സാക്ഷി, ഗഗനം സാക്ഷി, എല്ലാം സാക്ഷി. അല്ലാഹുവേ, ഇനി മുതൽ നാളെ ഞാൻ ചെയ്ത ഈ പ്രതിജ്ഞയ്ക്ക് ഇവരെല്ലാം ഷാഹിദാണ്. അല്ലെങ്കിൽ അല്ലാഹു ഷഹീദും ബൈനി വ ബൈനക്കും, നമ്മുടെ ഇടയിൽ അല്ലാഹു സാക്ഷിയാണ്. മരിക്കുന്നത് വരെ 5 വഖത്ത് നിസ്കാരം ഖളാ ആക്കാതെ നിർവഹിക്കും എന്നൊന്ന് തീരുമാനമെടുക്കും. ഇൻഷാ അല്ലാഹ്. ഉറപ്പല്ലേ? അല്ലാഹു കബൂലാക്കട്ടെ. അങ്ങനെ വെച്ചവര് അളമത്തോടെ മനസ്സിൽ വെച്ചിട്ട് പടച്ചോനി തന്റെ ജീവിതത്തിലെ വഴിത്തിരിവ ഏത് തിരക്കിന്റെ ഇടയിലും അല്ലാഹു കബൂലാക്കട്ടെ. കൈവക്കി അങ്ങനെ തീരുമാനിച്ചു. ഒരാളുണ്ടായിരുന്നു ഇസ്ലാമിനെ തകർക്കാൻ വന്ന വൈറ്റ് ഹൌസിന്റെ മുമ്പിൽ അറബ് രാഷ്ട്രത്തലവന്മാരും ലോകരാഷ്ട്രത്തലവന്മാരുടെ സമ്മേളനം നടക്കുമ്പോൾ വൈറ്റ് ഹൌസിന്റെ അകത്തളത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിനിധിയായി പങ്കെടുത്തു. അവസാനം അമേരിക്കയുടെ ഇസ്ലാമിന്റെ അഫ്ഗാനിനെയും ചെച്ചിനെയും ബോസ്നിയെയും തകർക്കാൻ നാപ്പാം ബോംബുകൾ ഗവേഷണം ചെയ്യുന്ന പെന്റഗണിന്റെ തൊട്ടുതാഴെ അമേരിക്കയുടെ വൈറ്റ് ഹൌസിന്റെ അകത്തളത്തിൽ അറബ് രാഷ്ട്രത്തലവന്മാരടക്കമുള്ള പ്രതിനിധി സംഘം ചർച്ച നടത്തുമ്പോ ലോഹറിന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ബാങ്ക് കേട്ട് അസറിന് മുമ്പ് ലോഹർ കളാകുന്ന സമയമെത്തിയപ്പോ ആളുകൾ മുഴുവനും പറയാൻ പേടിക്കുന്ന സദസ്സിന് ചാടിയരുതേക്ക്, എനിക്ക് നമസ്കരിക്കാൻ സമയമായി, എനിക്ക് ലോഹർ നിസ്കരിക്കാൻ സൗകര്യം വൈറ്റ് ഹൌസിന്റെ ഉള്ളിൽ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞ് ആ വൈറ്റ് ഹൌസിന്റെ ഉള്ളിൽ ഇസ്ലാമിനെ തകർക്കാൻ നയതന്ത്ര രേഖയുണ്ടാക്കിയ വൈറ്റ് ഹൌസിന്റെ ഉള്ളിൽ മുസല്ല വിരിച്ച് നിസ്കരിച്ച ലോകം കണ്ട ഏറ്റവും വലിയ ആദർശ രാഷ്ട്രീയക്കാരൻ ഒരു മനുഷ്യനുണ്ടായത് നമുക്ക് മരണപ്പെട്ടു പോയ ജനാബ് PM സയ്യിദ് സാഹിബ് വൈറ്റ് ഹൌസിന്റെ ഉള്ളിൽ മുസല്ല വിരിച്ച് നിസ്കരിച്ച ആളാണ്. അറിയൂ, PM സയ്യിദ് സാഹിബ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരുടെയും കൃത്യാന്തര ബാഹുല്യത്തിന്റെ ഇടയിൽ ഹമീദ് മാഷിന്റെ വാക്കുകൾ ഞാൻ കടമെടുത്തുകയാണ്. ഇന്നലെ അഹമ്മദ് കബീർ വാക്കവി കൃത്യാന്തര ബാഹുല്യത്തിന്റെ ഇടയിൽ ഇവിടെ എത്തിയെന്ന് പറഞ്ഞ അതേ വാക്കുകൾ കടമെടുത്ത് നമുക്കൊരു ബിസിനസ്സുകാരായിരിക്കാം, കച്ചവടക്കാരായിരിക്കാം, എല്ലാ തിരക്കും ഉണ്ടാവും. 5 വഖത്ത് നിസ്കാരം കളാക്കരുത്, ചില ചെയ്യൂലേ. ഇനി രണ്ടാമത്തെ നമ്മുടെ കൈവെക്കണം. രണ്ടാമത് നബി ഞങ്ങൾ പറഞ്ഞ എന്താ? ഇതെന്റെ സഹോദരിമാർക്ക് വേണ്ടിയാണ്. വല്ലാതെ എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന എന്റെ സഹോദരിമാർക്ക് വേണ്ടി ഞാൻ എന്താന്ന് നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അവസാനത്തെ വസിയ്യത്ത് എന്താ? നിങ്ങൾ നമസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ. അല്ലാഹ ബിന്നിസാ ഫഇന്നഹുന്ന അവാനിം ബൈന ഐദീകും. അല്ലാഹ ബിന്നിസാ, നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. ഭാര്യമാരോടുള്ള ഹക്കുകൾ നിങ്ങൾ പൂർത്തീകരിച്ചു കൊള്ളണേ. ഭാര്യ അടിക്കാനുള്ളവളല്ല, മർദ്ദിക്കാനുള്ളവളല്ല, അവള് പീഡിപ്പിക്കപ്പെടേണ്ടവളല്ല. അല്ലാഹ ബിന്നിസാ, നിങ്ങളുടെ ഭാര്യമാരോടുള്ള ഹക്കുകൾ നിങ്ങൾ പൂർത്തീകരിക്കണേ. അക്കാര്യത്തിൽ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ജീവിതത്തിന്റെ 1000 വേദനകളായി, പ്രയാസങ്ങളായി പടച്ചവനെ നിന്റെ റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ ആ സ്വലാത്ത് ജീവിതത്തിന്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണെന്ന് കരുതി ഈ സദസ്സിലേക്ക് എത്തിയ ഓരോ സഹോദരങ്ങളും അവരെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നഗരിൽ നിന്ന് ഖത്തറിൽ നിന്ന് ഈ പ്രഭാഷണത്തിനെത്തി, ഇതിനു വേണ്ടി മാത്രമെത്തി ആവോളം കൈയടിച്ച് സദക്ക ചെയ്ത സഹോദരി, അല്ലാഹുവേ, നീ ആ സഹോദരിക്കൊരു സാലിഹായ സന്താനത്തെ കൊടുക്കണേ അല്ലാ. ഏത് തടസ്സങ്ങളുണ്ടെങ്കിലും മാറ്റണേ തമ്പുരാനെ. ഉമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ, ഉപ്പ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ ആ തലമുറ അന്യം നിന്ന് പോകാതെ ഈ സ്വലാത്തിന്റെ ഹുബ്ബ് നബിയുടെ ബറക്കത്ത് കൊണ്ട് ഒരു സാലിഹായ സന്താനത്തെ കൊടുക്കണേ അല്ലാ. ആ പ്രിയപ്പെട്ട പെങ്ങൾക്ക് പടച്ചവനെ ജീവിതത്തിലെല്ലാ സമാധാനമായി, സന്തോഷമായി നീ അത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആ ഭർത്താവ് നിന്റെ ഹിഫ്ദുൽ ഖുർആൻ പഠിക്കാൻ തീരുമാനിച്ചതിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ ആ സൗഭാഗ്യം എത്രയും നേരത്തെ നീ ആക്കി കൊടുക്കണേ അല്ലാഹുവേ. അവരെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ തമ്പുരാനെ.
ആ കുടുംബത്തിലെ രോഗികളായി കഴിയുന്നവർ ശിഫ നൽകണയല്ല. ശ്രവണ വൈകല്യമുള്ളവരുണ്ട്, ശിഫ നൽകണയല്ല. പടച്ചവനെ സർവ്വരോഗങ്ങളെ ശിഫയാക്കി 6666 ആയത്തുകൾ തുല്യമായി സദക്ക ചെയ്ത 100 കണക്കിന് സഹോദരങ്ങളുണ്ട്. പടച്ചവനെ അല്ലാതെ സദക്ക നൽകിയവരുണ്ട്, ഇതിനു വേണ്ടി ഷെയർ നൽകിയവരുണ്ട്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ബിഹഖി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.